യോഗ തെറാപ്പി അവയർനെസ് ക്ലാസ്സിലേക്ക് നമ്മുടെ ക്ലാസ് എടുക്കാനായിട്ട് എത്തിയിട്ടുള്ള ഗുരു ശിവയോഗി ശിവരാജൻ സ്വാമികളെ ആദ്യമായി ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ സൈലന്റ് മിറർ സ്കൂൾ ഓഫ് യോഗയുടെ എല്ലാ സ്റ്റുഡൻസിനും ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാം. നമുക്ക് സാധാരണ ചെയ്യുന്നത് പോലെ ഓപ്പണിംഗ് പ്രയറോട് കൂടിയിട്ട് ക്ലാസ് ആരംഭിക്കാം. എല്ലാവരും സുഖകരമായിട്ടിരിക്കൂ. നട്ടെല്ല് നിവർത്തി വെക്കുക. കൈകൾ രണ്ടും തുടയുടെ മുകളിൽ മലർത്തി വെക്കൂ. ശരീരം പൂർണ്ണമായും അയച്ചിടുക. മുഖത്തെ എല്ലാ മസിലുകളും അയച്ചിടൂ. കണ്ണുകള് മൃദുവായിട്ട് അടയ്ക്കുക. 3 വട്ടം ഓം ചാൻഡ് ചെയ്യാം. ഓം ചാൻഡ് ചെയ്യുന്നതിനായിട്ട് ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. പ്രാർത്ഥന. കൈകൾ രണ്ടും തൊഴുത് നെഞ്ചിനോട് ചേർത്ത് വയ്ക്കുക. ഓപ്പണിംഗ് പ്രയർ. സഹനാം ഭവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യോഗ നമസ്കാരം. കൈകൾ രണ്ടും പുറകിലേക്ക് പിടിക്കുക. ശ്വാസം എടുത്ത് ശരീരം പിന്നിലേക്ക് സ്ട്രെച്ച് ചെയ്യൂ. ശ്വാസം വിട്ട് മുന്നിലേക്ക് ബെൻഡ് ചെയ്യുക. ശ്വാസം എടുത്ത് ഉയർന്നു വരൂ. ശ്വാസം വിട്ട് കൈകൾ തുടയുടെ മുകളിൽ മലർത്തി വെക്കുക. എല്ലാവരും കണ്ണുകൾ തുറക്കുക. സുഖകരമായിട്ടിരിക്കൂ. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ക്ലാസ്സിനെ കുറിച്ച് ഒരു ചെറിയ ആമുഖം. നമ്മള് 1.5 വർഷം 2 വർഷമൊക്കെ ആയിട്ട് യോഗ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാധാരണ ചെയ്യുന്നത് ഒരു ജനറൽ യോഗ ക്ലാസ് ആണ്. അതില് പലതരത്തിലുള്ള ശാരീരിക മാനസിക നിലകളുള്ള ആൾക്കാരാണ് ക്ലാസ്സിൽ വരുന്നത്. അപ്പൊ നമ്മുടെ ക്ലാസ് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് സാധാരണ കൊണ്ടുപോകുന്നത്. ഓരോരുത്തർക്കും പ്രത്യേകമായ ശാരീരിക മാനസികമായിട്ടുള്ള ആരോഗ്യ നിലയിൽ വ്യത്യാസങ്ങളുണ്ട്. പലർക്കും ചില രോഗാവസ്ഥകളുണ്ട്. അപ്പൊ അതിനൊക്കെ പ്രത്യേകമായിട്ട് നമ്മൾ ക്ലാസ്സുകൾ, തെറാപ്പി ക്ലാസ്സുകൾ ചെയ്യാറില്ല. ജനറൽ ആയിട്ട് നമ്മൾ ആസനങ്ങളെ ബേസ് ചെയ്തിട്ടും പ്രാണായാമത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് പോണത്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള അസുഖങ്ങളും അതിൽ മാറിക്കൊള്ളണമെന്നില്ല. ഈ ക്ലാസ് അതിലുപരി നമ്മൾ കൂടുതൽ മാക്സിമം എത്തിപ്പെട്ടിട്ടുള്ളത് പ്രാണായാമം വരെയാണ്. അഷ്ടാംഗ യോഗയില് യമ നിയമങ്ങള്, ആസനങ്ങൾ, പ്രാണായാമങ്ങൾ വരെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. സ്വാമി ആരംഭിക്കുന്നത് പ്രത്യാഹാരം തൊട്ടിട്ടാണ്. അപ്പോൾ ഈ ക്ലാസ് നാഡികളുടെ ഉണർവോട് കൂടിയിട്ട് എങ്ങനെ പ്രാണനെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്ക് എത്തിച്ചുകൊണ്ട് എങ്ങനെ ശരിയായിട്ടുള്ള ആരോഗ്യം പുനഃസ്ഥാപിക്കാം, അങ്ങനെ പ്രത്യേകമായിട്ടുള്ള നമുക്ക് പരിചയമില്ലാത്ത പ്രത്യേക തരത്തിലുള്ള ഒരു ഉയർന്ന നിലവാരത്തിലുള്ള ഒരു ക്ലാസ്സാണ് ഇത്. അത് എന്തുകൊണ്ടും യോഗ പഠിക്കുന്ന നമ്മൾക്ക് വളരെ ഗുണകരമായി വരും എന്നുള്ളൊരു അറിവിലാണ് നമ്മൾ ഈ ക്ലാസ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇതിൽ നമ്മൾ ചെയ്യണത്, ഇന്ന് നമ്മൾ സ്വാമി ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ, എന്താണ് ശിവയോഗ, അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ചെറിയൊരു ധാരണ തരും. പിന്നെ നമുക്ക് നമ്മുടെ അസുഖങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. അതിന് സ്വാമി അതിനുള്ള മറുപടി പറയും. ഇത് നമ്മൾ ഈ ക്ലാസ്സിന് ശേഷം
മാർച്ച് ആദ്യത്തില് കൊടകര സെന്ററിൽ വെച്ചിട്ട് ഒരു പ്രാക്ടിക്കൽ ക്ലാസ് നമ്മൾ സംഘടിപ്പിക്കും. അതിലെല്ലാവർക്കും നേരിട്ട് പങ്കെടുക്കാനും നിങ്ങളുടെ അസുഖങ്ങൾക്ക് ശരിയായ പ്രായോഗികമായിട്ടുള്ള ക്ലാസ് കിട്ടി അത് ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്നതാണ്. ഇനി നമുക്ക് സ്വാമിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. സ്വാമി തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിലെ ഇരണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചിട്ടുള്ളത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ യോഗയുടെ ശരിയായ പ്രാക്ടീസിലൂടെ പൂർണ്ണമായ അറിവിലേക്ക് എത്താൻ സാധിച്ചു. ഏകദേശം 50-55 വർഷത്തെ യോഗ പരിചയം. അതേപോലെ തുടർന്ന് മർമ്മ ചികിത്സകള്, സിദ്ധ ഔഷധം, അതേപോലെ പഞ്ചകർമ്മ ചികിത്സ, അങ്ങനെ ആൾട്ടർനേറ്റീവ് തെറാപ്പിയുടെ പല വിധത്തിലുള്ള അറിവിലേക്ക്, പരമ്പരാഗതമായ അറിവിലൂടെ പ്രാണിക് ഹീലിംഗ്, ഇതിലൊക്കെ വളരെ വളരെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് സ്വാമി. തിരുവനന്തപുരം ജില്ലയിലെ BSNL ഓഫീസിൽ ജോലി നോക്കിയിരുന്നു. അങ്ങനെ മലയാളം വേണ്ട രീതിയിൽ എഴുതാനും വായിക്കാനും സംസാരിക്കാനും ഒക്കെ സ്വാമി പഠിച്ചിട്ടുണ്ട്. സ്വാമി കോയമ്പത്തൂര് ശിവയോഗ തിരുമൂലാർ സിദ്ധപീഠം എന്നൊരു സ്ഥാപനം യോഗയുടെ പ്രൊമോഷനായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ കേരളത്തിലെ സിദ്ധയോഗ ഫൗണ്ടേഷൻ തിരുവനന്തപുരം ജില്ലയിലെ ആസ്ഥാനമാക്കിയിട്ട് പ്രവർത്തിക്കുന്നു. സ്വാമിയുടെ യോഗയെ കുറിച്ചിട്ടുള്ള അനേകം പുസ്തകങ്ങൾ മലയാളത്തിലും ഇംഗ്ലീഷിലും വളരെ വ്യാപകമായിട്ട് വിറ്റഴിക്കപ്പെടുന്നു. പല യൂണിവേഴ്സിറ്റികളിലും സ്വാമി യോഗ പ്രബന്ധങ്ങൾ, അതേപോലെ സെമിനാറുകൾ, സയന്റിസ്റ്റുകളും ഡോക്ടർമാർക്കൊക്കെ അത്ഭുതകരമാകുന്ന രീതിയിൽ ഈ വിഷയങ്ങൾ പുതിയ രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോ ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ലോകത്തിൽ ഇല്ലാത്ത രീതിയിൽ പുതിയ രീതിയിൽ യോഗയുടെ സാധ്യതകൾ സമൂഹത്തിന് ഗുണകരമാകുന്ന രീതിയിൽ സ്വാമി തന്നെ സ്വന്തമായിട്ട് കണ്ടെത്തിയിട്ടുള്ള ചില വഴികളാണ്. ഇതുവരെ ലോകം പരിചയമില്ലാത്ത രീതിയിലാണ് ഇത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിന്റെ പ്രചരണത്തിനായിട്ട് സ്വാമി കേരളത്തിലുടനീളം, അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കൂടാതെ വിദേശ രാജ്യങ്ങളിലും നിരന്തരമായി ക്ലാസ് എടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളിനി കൊടകര ഇതേ ശിവയോഗയുടെ ഒരു നാഷണൽ ഫെസ്റ്റിവൽ നടത്തുകയാണ്. ഇത് കോഴിക്കോട് വെച്ചിട്ട് അങ്ങനെ ക്ലാസ് നടത്തുന്നുണ്ടായി. അതിൽ പല ആൾക്കാരും പങ്കെടുത്തു. അതേപോലെ ഇനി തൃശ്ശൂരിൽ നമ്മൾ കൊടകര വെച്ചിട്ടാണ് നടത്തുന്നത്. അപ്പൊ അത് നമ്മൾ മാർച്ച് മാസത്തിലുണ്ടാവും. അങ്ങനെ അപ്പൊ അതില് നിങ്ങൾക്ക് കൂടുതൽ യോഗനെ പറ്റി മനസ്സിലാക്കാനും അതിൽ പങ്കെടുക്കാനും ഒക്കെ അവസരം ഉണ്ടാവും. അങ്ങനെ അപ്പൊ ഇനി ഈ വിഷയം കൂടുതൽ അവതരിപ്പിക്കാനായിട്ട് സ്വാമിയെ ഞാൻ വളരെ ഹൃദയപൂർവ്വം സൈലന്റ് മിറർ സ്കൂൾ ഓഫ് യോഗയുടെ എല്ലാ അംഗങ്ങളും കൂടി സ്വാമിയെ സ്വാഗതം ക്ഷണിക്കുന്നു. നമസ്കാരം. ശരി, നമസ്കാരം. നമ്മളിപ്പോ എന്തെന്ന് വെച്ചാല് സാധാരണ യോഗ യമം, നിയമം, ആസനം, പ്രാണായാമം ഇതൊക്കെ ഇപ്പൊ ഫെമിലിയർ ആവുണ്ട്. ഇതിന്റെ അടുത്ത സ്റ്റേജാവുള്ള എന്തോന്ന് പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഇപ്പോ എന്തെന്ന് വെച്ചാല് പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. അതിൽ നിന്നാണ് നമ്മൾ കൂടുതലായിട്ട് തമിഴ് സിദ്ധന്മാര് ശിവയോഗയൊക്കെ അതിൽ നിന്നാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് സ്റ്റാർട്ട് ആകുന്നത്. ഓക്കെ, അത് എന്താന്ന് വെച്ചാൽ ആസനം, പ്രാണായാമം വെച്ച് പ്രത്യാഹാരം. പ്രത്യാഹാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ 5 സെൻസസ് കൺട്രോൾ ചെയ്യണം. ഇപ്പൊ 5 സെൻസസ് കൺട്രോൾ ചെയ്യാൻ ഈ സെൻസസ് കണക്റ്റഡ് ടു ആധാരാസ്, മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധികര, പഞ്ചഭൂതങ്ങൾ ഉണ്ട്. ആ പഞ്ചഭൂതങ്ങളുടെ പേരിലുള്ള തന്മാത്രകൾ. തന്മാത്ര എന്ന് പറയുമ്പോൾ ശബ്ദം, സ്പർശം, രൂപം, രസഗന്ധം.
അതിൽ കണക്ട് ആവുന്നത്. അപ്പോൾ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ അതിൽ കൂടെയാണ് പഞ്ചഭൂതത്തിൽ കണക്ട് ആവുന്നത്. അപ്പോൾ ഇതിന് ചക്ര ആക്ടിവേഷനിൽ ഇത് തുടങ്ങുന്നു. ചക്ര ആക്ടിവേഷൻ ചെയ്യുമ്പോൾ പഞ്ചഭൂതങ്ങൾ ക്ലെൻസിങ് ആവും. നമുക്ക് ജ്ഞാനേന്ദ്രിയങ്ങൾ എല്ലാത്തിനും ഒരു ക്ലാരിറ്റി കിട്ടും. പിന്നെ നമ്മുടെ ദേഹത്തിലുള്ള ദശവായുക്കളും ഈ ആധാരങ്ങളോടാണ് ലിങ്ക് ആയിരിക്കുന്നത്. ദശവായുക്കൾ നല്ല വർക്ക് ചെയ്താൽ മാത്രമേ ഹെൽത്തി ആയിരിക്കാൻ പറ്റും. അതിന് ഉദാഹരണമായിട്ട് മൂലാധാരത്ത് അപാനൻ കണക്ട് ആയിട്ടുണ്ട്, സ്വാധിഷ്ഠാനത്തിൽ വ്യാനൻ, അടുത്ത് മണിപുരത്തിൽ സമാനൻ, അനാഗത്തിൽ പ്രാണൻ, വിശുദ്ധിയിൽ ഉദാനൻ, പിന്നെ അതിന്റെ അസിസ്റ്റന്റ് ഇതൊക്കെ അതോടെ എല്ലാ ആധാരത്തിലാണ് കണക്ട് ആയിട്ടുള്ളത്. അപ്പോ നമ്മുടെ ആസ്ട്രൽ ബോഡിയിൽ ഉള്ള ഇത് കോമ്പോണന്റ് ആയിട്ടുള്ള ഈ വായുക്കളെ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്താൽ ഒരു അസുഖവും ഉണ്ടാവില്ല. ആധാരത്തെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പഞ്ചഭൂത എനർജി നമ്മൾ പ്രപഞ്ചത്തിൽ നിന്ന് വലിച്ചെടുക്കുകയാണ്. ഇപ്പൊ അസുഖം വരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ മനുഷ്യർക്ക് ഉള്ളത് ബയോ കറണ്ട്. ഈ ബയോ കറണ്ട് നെർവസ് സിസ്റ്റം വഴിയായിട്ട് ദേഹത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചക്ര ആക്ടിവേഷൻ, ദശവായു ആക്ടിവേഷൻ, നാഡി ചാനൽ ഓപ്പണിംഗ് വഴി നമ്മൾ കാസ്മിക് എനർജി എങ്ങനെ വലിച്ചെടുക്കുന്നു. കാസ്മിക് എനർജി വലിച്ചെടുക്കുന്ന കാസ്മിക് എനർജിയെ നമ്മുടെ ഒവ്വൊരു സെല്ലിലും മൈറ്റോകാൺട്രിയ ഉണ്ട്. മൈറ്റോകാൺട്രിയ, ഈ മൈറ്റോകാൺട്രിയ അതിനെ ബയോ കറണ്ടാ കൺവേർട്ട് ചെയ്ത് നെർവസ് സിസ്റ്റത്തിന് അയക്കും. അപ്പൊ എന്തെന്ന് വെച്ചാൽ ആ നെർവസ് സിസ്റ്റം എക്സ്ട്രാ എനർജി കിട്ടും, ഹീലിംഗ് പവർ കൂടും. ഹീലിംഗ് പവർ കൂടുമ്പോൾ അത് നമുക്ക് അസുഖങ്ങൾ പെട്ടെന്ന് ക്ലിയർ ആവും. അപ്പൊ ഈ ഹീലിംഗ്, ചക്ര ഹീലിംഗ്, ഇതുവഴിയായിട്ട് നാഡി ചാനൽ ഓപ്പൺ ചെയ്യുന്ന മർമ്മ ഹീലിംഗ്, വേണമെങ്കിൽ ചില സിദ്ധ സപ്ലിമെന്റ്സ്, ഹെർബൽ സപ്ലിമെന്റ്സ് യൂസ് ചെയ്തോളാം. ഇതിൽ ഏതൊരു സൈഡ് എഫക്റ്റും ഇല്ല. നിങ്ങൾ ഏത് ട്രീറ്റ്മെന്റ്, അലോപ്പതിയോ ആയുർവേദം എന്തെടുക്കുന്നോ അത് എടുത്തോളാം. നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രപഞ്ചത്തിൽ നിന്നുള്ള കാസ്മിക് കറണ്ട് വലിച്ചെടുത്ത് ആ പർട്ടിക്കുലർ ആധാരത്തിലൂടെ കണക്ട് ആയിരിക്കുന്ന ആർഗാൻസ് നമ്മൾ അയക്കുന്നു. അതാണ് നമ്മൾ ചെയ്യുന്നത്. അതുവഴിയാ അത് അസുഖങ്ങൾ മാറും. അപ്പൊ അത് എന്തെന്ന് വെച്ചാൽ ആധാരം, വായു, അത് നാഡി ചാനൽ, നമ്മുടെ ഇന്റേണൽ ഓർഗൻസിലൊക്കെ ഈ നാഡി ചാനൽ കണക്ട് ആകുകയാണ്. അപ്പൊ അതിനെ ഓപ്പൺ അപ്പ് ചെയ്ത് നമുക്ക് ഫാർമുല ഉണ്ടാക്കാം. ഉദാഹരണമായിട്ട് ഇപ്പൊ എൻഡോക്രൈൻ ഗ്ലാൻഡ് സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്യണം. നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡ് സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് സെൽഫ് ഹീലിംഗ് പവർ ഉണ്ടാവും. അനാട്ടമിക് തെറാപ്പി എന്ന് പറയും, സെൽഫ് ഹീലിംഗ് പവർ. അപ്പൊ സെൽഫ് ഹീലിംഗ് പവർ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ആദ്യം പീനിയൽ ഗ്ലാൻഡിനെ ആക്ടിവേറ്റ് ചെയ്യണം. മിഡ് ബ്രെയിനിലുള്ള പീനിയൽ ഗ്ലാൻഡ് ആക്ടിവേറ്റ് ചെയ്യണം. പീനിയൽ ഗ്ലാൻഡ് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ എന്തോന്ന് പറഞ്ഞാൽ അത് ശിവപീഠം എന്ന് പറയുകയാണ്. ശിവപീഠം, ജ്ഞാനപീഠം എന്ന് പറഞ്ഞു. അത് ആക്ടിവേറ്റ് ആയാൽ നിങ്ങളുടെ ദേഹത്തിൽ എന്തോന്ന് കുഴപ്പങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ഹൈപ്പോ തലാമസ് വഴി അത് റിപ്പോർട്ട് എടുക്കും. ഹൈപ്പോ തലാമസ് നമ്മൾ ഒരു പൊയറ്റിക്ക പറയുകയാണെങ്കിൽ അത് ഒരു നാരായണ പീഠം. അതുവഴി അത് എനർജി എടുത്ത് ഇൻഫർമേഷൻ എടുത്ത് എന്തുകൊണ്ടാണ് ഈ അസുഖം വന്നതെന്നുള്ള റീസണെ പീനിയൽ ഗ്ലാൻഡിന് സബ്മിറ്റ് ചെയ്യും. എന്നിട്ട് പീനിയൽ ഗ്ലാൻഡ് ഈ ദേഹത്ത് എൻഡോക്രൈൻ സെക്രീഷൻസ് മാറ്റിയമയ്ക്കും, റീഅറേഞ്ച് ചെയ്ത് എൻഡോക്രൈൻ ഗ്ലാൻഡ് സെക്രീഷൻസ്. അപ്പോൾ അതുകൊണ്ട് അസുഖങ്ങൾ മാറുന്നു. ഇതാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ് സെക്രീഷനെ മോഡിഫൈ ചെയ്യുന്നതുകൊണ്ട് അസുഖങ്ങൾ മാറും. അതിപ്പോൾ എങ്ങനെ, നിങ്ങൾ ഒരു ഡോക്ടറെ അടുത്ത് പോകുന്നു, അലോപ്പതി ഡോക്ടറെ അടുത്ത് പോയാൽ അങ്ങേര് എന്താണ് തലവേദന, അതിന് ഒരു മാത്ര എഴുതി, ഒരു ടാബ്ലറ്റ്, ഓക്കെ റൈറ്റ്, വേറെ എന്തോന്ന് വയറ്റ് മോശം ശരി, അതിന് ഇങ്ങനെയൊക്കെ ടാബ്ലറ്റ് എഴുതുന്ന മാതിരി നിങ്ങളുടെ എൻഡോക്രൈൻ ഗ്ലാൻഡ് സെക്രീഷൻസ് അത് മോഡിഫൈ ആകുമ്പോൾ ഒരു കെമിക്കൽ ഫാർമുല നിങ്ങളുടെ ബോഡിക്ക് കിട്ടും. ആ കെമിക്കൽ ഫാർമുല വഴി നമ്മൾ ഹീലിംഗ് പവർ ഇൻക്രീസ് ചെയ്യുന്നു, അസുഖങ്ങളെ മാറ്റുന്നു. ഇതാണ് അതിൻ്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഇത്. അത് മാത്രമില്ല, നിങ്ങൾ യോഗ, ഇപ്പൊ സാധാരണ നിങ്ങൾ യോഗ ചെയ്തെന്ന് വെച്ചാലും അതിന് നിങ്ങളുടെ വാതപിത്ത കഫത്തിന്റെ നേച്ചർ അറിയണം. വാതപിത്ത കഫത്തിന്റെ നേച്ചർ കണക്കാക്കി ആസനം, പ്രാണായാമം, നാഡി ചാനൽ ഓപ്പണിംഗ് ഒക്കെ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ
പിത്തദേഹമുള്ളവർക്ക് നോർമൽ റിസൾട്ട് വരും. പിത്തം അധികമാവുള്ളവർക്ക് യോഗയിലും പ്രാണായാമത്തിലും നോർമൽ റിസൾട്ട് വരും. വാദം അധികമാവുള്ളവർക്ക് കൂടുതൽ റിസൾട്ട് വരും, എക്സ്ട്രാ റിസൾട്ട് വരും. കഫം അധികമാവുള്ളവർക്ക് റിസൾട്ട് കമ്മിയാ വരും. അപ്പൊ അത് കണക്കാക്കി നമ്മൾ എല്ലാത്തിനും ഫോർമുല മാറ്റണം. അല്ലെങ്കിൽ കഫത്തെ കുറയ്ക്കാനുള്ള കഫനാശ മുദ്രകൾ യോഗയിൽ മുദ്രകളുണ്ട്. കഫത്തെ കുറയ്ക്കാൻ അതിന്റെ മുദ്രകൾ യൂസ് ചെയ്ത് ചക്ര ആക്ടിവേഷനും ചെയ്ത് അതിനെ കൺട്രോളിൽ കൊണ്ടുവരണം. എന്നാലേ നമുക്ക് അത് ഹീലിംഗ് പവർ ഇൻക്രീസ് ആകും. അപ്പൊ അത് ചെയ്യണം. രണ്ടാമത് പ്രാണായാമം ചെയ്യുന്ന അതിന് ചെയ്യാനുള്ള സമയമുണ്ട്. അത് തിരുമൂലർ സിദ്ധർ പറയാണ്, ചെഞ്ചിറ് കാലയിൽ ചെയ്തിടിൽ പിത്തറും. പിത്തം അധികമാവുള്ളവര് കാലത്ത് പ്രാണായാമം ചെയ്താൽ പിത്തം കൺട്രോളിൽ വരുമെന്ന് പറയാണ്. പഞ്ചക വാദമറും മധ്യാഹ്നത്തിൽ, ഉച്ചയ്ക്ക് സാധാരണ പ്രാണായാമം ചെയ്യാൻ പാടില്ല. പക്ഷെ ആർത്തറിറ്റീസ് കൈകാല് റിമാറ്റിക് പ്രോബ്ലം ഉള്ളവർക്ക് ഉച്ചയ്ക്ക് പ്രാണായാമം കുംഭകത്തോടു കൂടിയുള്ള പ്രാണായാമം ചെയ്താൽ അത് റിലീവ് ആവുന്നിരിക്കുന്നു. ഇതൊക്കെ பயன்படுത്തി ഞാൻ ഒരുപാട് പേരെ നടക്കാൻ പറ്റാത്തവരൊക്കെ നടക്ക വെച്ചിട്ടുണ്ട്. അന്തിയിൽ ചെയ്തിട്ട് അയ്യറും, അത് കഫം കൂടുതലുള്ളവർ എന്ത് ചെയ്യണം, വൈകുന്നേരം പ്രാണായാമം ചെയ്യണം. ഇത് വേറെ എവിടെയില്ല, വേറെ ഏത് റിക്കർഷനും ഇല്ല. നിങ്ങൾ ഏതെങ്കിലും യോഗ ആചാര്യനും പ്രാണായാമ കാര്യത്തിൽ വെച്ച് ചോദിച്ചാൽ എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ, കാലത്ത് ചെയ്തോളൂ വൈകുന്നേരം. അങ്ങനല്ല. നിങ്ങളുടെ വാദപിത്ത കഫ ഇത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഒരു പ്രകൃതി, വാദപിത്ത പ്രകൃതി എന്തെന്ന് കണക്കാക്കിയാണ് ആസനം, പ്രാണായാമം, പ്രത്യാഹാരം ഒക്കെ ചെയ്യാനുണ്ട്. അത് ചെയ്യുമ്പോഴാണ് ഇന്റേണൽ എനർജി മാനിപ്പുലേഷൻ, ഈ ചക്ര ആക്ടിവേഷൻ, ദശവായു ആക്ടിവേഷൻ, നാഡി ചാനൽ ഓപ്പണിംഗ്, ഇതുവഴിയാണ് നമ്മൾ ചെയ്യുന്നത് ഇന്റേണൽ എനർജി മാനിപ്പുലേഷൻ. നമ്മൾ കോസ്മോസിൽ നിന്ന് എനർജി വലിച്ചെടുക്കുന്നു, അത് നെർവസ് സിസ്റ്റത്തിലോട്ട് കണക്ട് ചെയ്യുന്നു. നെർവസ് സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് എവിടെ എനർജി ആവശ്യമോ അവിടെ കൊണ്ടുപോകുന്ന ടെക്നിക്കാണ് ഈ ചക്ര ഹീലിംഗ് പ്ലസ് വർമ്മ ഹീലിംഗ്. ആക്ച്വലി വർമ്മയും അഡ്വാൻസ് ലെവലിൽ വന്ന ശിവയോഗയാണ്. നമ്മൾ യോഗയിൽ 10 നാഡി ചാനലാണ് യോഗ നാഡി ചാനൽ എന്ന് പഠിക്കുന്നത്. വർമ്മയിൽ 96 നാഡി ചാനലെയും അവർ പഠിച്ചാലേ ആ തൊടുവർമ്മം 96 അവർ ശരി ചെയ്യാൻ നോക്കും. അപ്പൊ അത് ഓപ്പൺ ചെയ്യുന്ന ടെക്നിക്ക് ഞാൻ വന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പം കേരളത്തിൽ പാറശാലയിൽ നിന്ന് കാസർഗോഡ് വരെ വലിയ ആസാമാരൊക്കെ എൻ്റെ സ്റ്റുഡൻ്റ് ആണ്. 1-2 സീനിയർ തവറ ബാക്കി എല്ലാം എൻ്റെ അടുത്ത് പഠിച്ചിട്ടുള്ളവരാണ്. അത് ലാസ്റ്റ് ടൈം ഒരു മർമ്മ സെന്റർ കാലിക്കറ്റിൽ വെച്ചാണ് ഒരു ശിവയോഗ നാഷണൽ സെമിനാർ നടത്തിയത്. അവിടെ ഇങ്ങനെ വന്ന് അതിൽ പങ്കേറ്റ് അതിന് ശേഷമാണ് ഇവിടെ അതേമാതിരി നടത്തണമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തു. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് ഒരു ഇന്ററാക്ഷൻ, നമ്മൾ എത്ര സമയം പറ്റുമോ അതിനുള്ള ഡൗട്ട് ക്ലിയർ ചെയ്യാം. അതിന്റെ ശേഷം നമുക്ക് ഈ നാഷണൽ ഇവിടെ യോഗ ഫെസ്റ്റിവൽ നടത്താനുള്ള ഐഡിയ ആണ്. ഇപ്പൊ ഇനി നിങ്ങൾ ഓരോരുത്തരെയായിട്ട് പറയാം, കൂടുതൽ സമയം എടുക്കാതെ എല്ലാവർക്കും ചാൻസ് കിട്ടുന്ന മാതിരി ഡൗട്ടുകൾ ചോദിക്കാം. ഓക്കെ, റൈറ്റ്. പറയൂ, വിളിക്കൂ. അപ്പോ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുള്ളവർക്ക് അതിന്റെ കാര്യങ്ങളൊന്ന് സ്വാമിയോട് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. വളരെ ചുരുങ്ങിയ വാക്കുകളുണ്ട്. അപ്പൊ സ്വാമി അതിന് മറുപടി പറയുന്നതാണ്. അപ്പൊ തിരക്കുള്ളവര് ആദ്യം ചോദിച്ചോളൂ. അപ്പൊ ഓരോരുത്തരായിട്ട് സംസാരിക്കാം. ഓക്കെ. പറഞ്ഞോളൂ. ആര് ആദ്യം ചോദിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്തോളൂ. മ്യൂട്ട് ബട്ടൺ ഇത് ആൺ ചെയ്ത് അൺമ്യൂട്ട് ആവും. എന്നിട്ട് സംസാരിച്ചാൽ പുറത്ത് കേൾക്കാൻ പറ്റും. അതെ. മൈക്ക് അൺമ്യൂട്ട് ചെയ്യൂ കേട്ടോ എല്ലാവരും, സംസാരിക്കുന്ന ആൾക്കാര്. അതിനുശേഷം മ്യൂട്ട് ചെയ്യാം. ഓക്കെ. അത് മാത്രമല്ല, നമ്മുടെ ഇപ്പൊ ഇതില് ഈ ടീമില് ഒരു പൂനെയിലുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രൊഫസറും ഒന്നും ഉണ്ട്. അങ്ങേര് ആൻസർ ചെയ്യും. അതുകൊണ്ട് ചോദിച്ചോളൂ. അങ്ങേരും ഉണ്ട്, ലൈനിലുണ്ട്. ഓക്കെ. നിങ്ങൾ പേര് പറഞ്ഞ ഓക്കെ. രമ ചേച്ചി, ഹലോ. അൺമ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ. Good evening, Samaji.
ആ ചോദിച്ചോളൂ ചോദിച്ചോളൂ. ആ എന്റെ പേര് പറഞ്ഞിട്ട് ചോദിക്കൂ. ഞാൻ പറയൂ. ജോഷ്ല പരിയാരം യോഗ ഉവ്വ് സെന്ററിൽ ഉവ്വ്. നിന്നാണ് വിളിക്കണേ. സ്വാമിജി, എനിക്ക് ലെഫ്റ്റ് ഇയറിൽ കുറച്ച് നാളായിട്ട് ഒരു മൂളല് ജസ്റ്റ് ഫസ്റ്റ് മൂളലായിട്ട്, പിന്നെ അത് ഇയർ ബാലൻസ് ആയിട്ട് മാറി. ഇപ്പൊ അത് കുറച്ച് യോഗയ്ക്കൊക്കെ പോയി ഇപ്പോ വളരെ കുറവുണ്ട്. എന്നാലും ഇടയ്ക്ക് ഇപ്പോ ആദ്യം എന്ന് പറയുന്നത് നല്ല ബാലൻസ് പോവും, തല കറങ്ങണോണം തോന്നും, നമുക്ക് നടക്കാനേ പറ്റുന്നില്ല, നടക്കാൻ പറ്റാത്ത, പിന്നെ വോമിറ്റിങ്, പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ ചെയ്തിട്ടൊക്കെ അങ്ങനെയാണ് ഒരു 1 ഇയറോളം നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോ കുറച്ച് നാളായി ഇപ്പൊ യോഗയ്ക്ക് പോയതോടുകൂടി എനിക്ക് പ്രോബ്ലംസ് കുറവായി. പക്ഷെ ഇപ്പൊ ഇടയ്ക്ക് എനിക്ക് പെട്ടെന്ന് ബാലൻസ് പോകുമ്പോൾ ഒരു തലചുറ്റലൊന്നുമില്ല, പക്ഷെ ഒരു ജസ്റ്റ് നടക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് പോലെ. അതെ അതെ, അതിനാണ് നിങ്ങൾക്ക് നമ്മുടെ ഫാർമുലയില് വിശുദ്ധി ആക്ടിവേഷൻ പ്ലസ് ഉദാന ആക്ടിവേഷൻ പ്ലസ് ഒന്ന് അസ്ഥി ആൻഡ് അലംബുസ എന്ന 2 നാഡി ചാനലുണ്ട്. ഇത് രണ്ടെയും ഓപ്പൺ ചെയ്യുന്ന പ്രാക്ടിക്കൽ സെഷൻ നിങ്ങൾ ചെയ്താൽ അത് കംപ്ലീറ്റ് ക്ലാസ്സിൽ വെച്ച് തന്നെ ക്യൂർ ആവും. ക്ലാസ്സിൽ വെച്ച് ഇംബാലൻസ് ഒക്കെ ശരിയാവും. മനസ്സിലായി? ഇംബാലൻസ് ഒക്കെ ശരിയാവും. അത് നിങ്ങൾ ഈ ഉറങ്ങുമ്പോൾ ഒരു സൈഡ് മാത്രം കൂടുതൽ ചരിഞ്ഞു കിടക്കരുത്, 2 സൈഡും ചരിഞ്ഞു കിടക്കുന്നതാണ്. കാരണം വെച്ചാൽ ഈ കാലിലുള്ള ലിക്വിഡിൽ 0.01 മില്ലിമീറ്റർ ഡിഫറൻസ് വന്നാലും ഇംബാലൻസ് വരും. അതുകൊണ്ട് നമ്മൾ ഉറക്കുന്ന ശൈലിയിലും കുറച്ച് മാറ്റം വരുത്തണം. 2 സൈഡും നമ്മൾ കിടന്ന് പരിചയപ്പെടണം. ഇതുപോലെ നമ്മുടെ നാഡി ചാനൽ ഓപ്പണിംഗ് ഉണ്ട്, അത് ചെയ്താൽ ഇയർ ബാലൻസ് ഉടനെ ക്ലാസ്സിൽ വെച്ച് തന്നെ ശരിയാവും. താങ്ക് യു സർ. ഓക്കെ, റൈറ്റ്. അടുത്ത വേറെ ആരാണ്? ഓക്കെ, ജിതേന്ദ്രൻ സാറുണ്ടോ? ജിതേന്ദ്രൻ സാർ സംസാരിച്ചോളുണ്ടെങ്കിൽ. പക്ഷെ കേക്കാമോ? ഓ, ആരാം ചേച്ചി പറഞ്ഞോളൂ. കേക്കാം. നമസ്കാരം ഗുരുജി, എന്റെ പേര് രമ, 60 വയസ്സാണ്. ശരി. എന്റെ ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാൽ മുട്ടിന് വേദനയാണ്. കുറെ നേരം നിൽക്കുമ്പോ, കുറെ അധികം നടക്കുമ്പോ, സ്റ്റെപ്പ് കയറുമ്പോ എല്ലാം മുട്ടിന് വേദനയാണ്. അത് ഇപ്പൊ കൂടുതലാണ്. വെയിറ്റ് കൂടിയിട്ടൊന്നുമില്ല, എങ്കിലും അത് എനിക്ക് താഴെ ഇരിക്കാനൊന്നും പറ്റുന്നില്ല. അതെ അതെ, അതിന് ഇവിടെ വന്ന് എന്താ വെച്ചാൽ ക്ലോമ നാഡി എന്ന് ഒരു നാഡിയുണ്ട്. ആ നാഡി ചാനൽ ആക്ടിവേറ്റ് ചെയ്യണം നമുക്ക്. അപ്പോ അതിന് സ്വാധിഷ്ഠാനം വ്യാനൻ പ്ലസ് ക്ലോമ നാഡി ആക്ടിവേഷൻ എന്ന് ഒരു ഫോർമുല ഉണ്ട്. അതിനെ ചെയ്താൽ മൂട്ട് വന്ന് ഫ്രീ ആവും. എന്നാലും ഒരു ഹെർബൽ സപ്ലിമെന്റ്, മരുന്നില്ല, ഫുഡ് സപ്ലിമെന്റ് ആണ്. അതിൽ നിങ്ങൾ ഒന്ന് എന്തെന്ന് പറഞ്ഞാൽ ഇത് ഉളിഞ്ഞെന്ന് ഒന്നുകൊണ്ട് അറിയാമോ? ഉളിഞ്ഞെന്ന് ഒന്നുണ്ട്. ഉളിഞ്ഞെന്ന് ഒരു ഹെർബൽ, അതന്നെ. അതിന്റെ ഒരു അത് നിഴലിൽ കായ പോട്ട് പൗഡർ ആക്കി അത് ഒന്ന് ഹാട്ട് വാട്ടറിൽ എന്ത് കലക്കി കുടിച്ചോണ്ടിരുന്നാൽ ആ ഫ്ലെക്സിബിലിറ്റി പെട്ടെന്ന് കിട്ടും. കാരണം എന്ന് വെച്ചാൽ അതിന് ഈ ഉളിഞ്ഞയിൽ വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ അത് ഒവ്വൊന്നിലും കുറച്ച് വേറെ സൈസിലിരിക്കും. ഇപ്പൊ ലെമണിലുള്ള വൈറ്റമിൻ സി അത് ഒരു ടൈപ്പ്, പപ്പായയിലുള്ള വൈറ്റമിൻ സി, ഇങ്ങനെ ഒவ்வொரு വൈറ്റമിൻ സി ഡിഫറൻസ്. അതേമാതിരി ഈ ഉളിഞ്ഞയിലുള്ള വൈറ്റമിൻ സി ജോയിന്റ് ഫ്ലെക്സിബിലിറ്റിക്ക് നല്ലതാണ്. എന്തതും ജോയിന്റ് ഫ്ലെക്സിബിലിറ്റി, വയസ്സായത് കൊണ്ടുവരുന്ന തേയ്മാനം എന്ന് പറഞ്ഞാൽ അത് വന്ന് കാർട്ടിലേജ് തേയ്മാനം, അതുപോലെ മെംബ്രെയിൻസിലുള്ള തേയ്മാനം, അതിനൊക്കെ അത് സപ്ലിമെന്റ് ചെയ്യും. അപ്പൊ നമ്മുടെ എക്സസൈസും എടുത്ത് അതിനെയും കൂടെ യൂസ് ചെയ്താൽ അത് സ്ട്രോങ് ആകും. അത് സ്ട്രോങ് ആകുന്നവരെ ഒരു മാസം 1.5 മാസം പടി കയറുന്നത് കുറച്ച് അവോയ്ഡ് ചെയ്യണം. എന്നുവെച്ചാൽ അത് ന്യൂ സെൽസ് ഫാമായി അത് സ്ട്രോങ് ആവുന്നവരെ പടി കയറിയാൽ അത് സ്ട്രെയിൻ ആവും. കുറച്ച് സ്ട്രെയിനെ ഫ്രീ ആയിട്ട് ഇതും കൂടെ ചെയ്താൽ അത് ഒരുപാട് പേർക്ക് ശരിയായിട്ടുണ്ട്. ഓക്കെ, അത് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ നേരെ വരുമ്പോൾ ഓയിൽ അപ്ലിക്കേഷൻ വേണമെങ്കിൽ അതേം ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ നിങ്ങൾ അതേമാതിരി വീട്ടിൽ അതിനെ വീഡിയോ എടുത്ത് വീട്ടിൽ ചെയ്താൽ മതി. അതും അതല്ല, ഈ മർമ്മ പോയിന്റ്സ് ഒരു 5-6 പോയിന്റ്സ് പ്രസ് ചെയ്യുക, അതും കാണിച്ചു തരാം. അതേ നിങ്ങൾ വീഡിയോ എടുത്ത് വീട്ടിൽ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾ നമ്മുടെ 1 ടൈം വന്നാൽ മതി. ഇല്ല, ഞാൻ അവിടെ വന്നാൽ 2-3 ദിവസം ഉണ്ടാവും, 2 ദിവസം കൂടെ വന്ന് ഡയറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇട്ടോളാം, ഇല്ലെങ്കിൽ വീട്ടിലും ചെയ്തോളാം. ഓക്കെ സ്വാമിജി, താങ്ക് യു. ഓക്കെ. ശാരി ചേച്ചി പറഞ്ഞോളൂ. പേര് വയസ്സ് പറഞ്ഞോളൂ. ശാരി ചേച്ചി.
പറയൂ. അൺമ്യൂട്ട്. നമസ്കാരം ഗുരുജി. നമസ്കാരം. ഞാൻ ഷാരി, പരിയാരം യോഗ ക്ലാസ്സിലെ സ്റ്റുഡന്റ് ആണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ഭാഗങ്ങളിൽ വേദന ഉണ്ടാവാറുണ്ട്. അത് കുറെ നാൾ കഴിയുമ്പോൾ മാറും. ഇപ്പൊ എനിക്ക് കഴുത്ത്, ഷോൾഡർ, മുട്ട് വരെ വേദന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോ വേദനയില്ല. ഇങ്ങനെ എന്തെങ്കിലും ജോലിക്ക് ചെയ്യുമ്പോ കൈയൊക്കെ ഇങ്ങനെ നീട്ടുമ്പോ വളയ്ക്കുമ്പോ അങ്ങനെ. പിന്നെ രാത്രി കിടക്കുമ്പോ ഫുൾ വേദനയാണ്. രാവിലെ എനിക്ക് വയസ്സ് 55. 55. കറക്റ്റ് എവിടെയൊക്കെയാണ് വേദന? ഇപ്പൊ എനിക്ക് കഴുത്തിലുണ്ട്, റൈറ്റ് സൈഡ് കഴുത്ത്, ഷോൾഡർ, കൈമുട്ട്, കൈമുട്ട് വരെ വേദനയുണ്ട് ഇപ്പൊ. റൈറ്റ് സൈഡ് മാത്രം? ഇപ്പൊ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഇങ്ങനെ നമ്മൾ കുറച്ച് ചെയ്യണ കാരണം അതിന്റെ ഷോൾഡർ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് വേദന. ശരി. അതിന് വിശുദ്ധി ആക്ടിവേഷൻ, ഉദാന ആക്ടിവേഷൻ, അത് റൈറ്റ് സൈഡ് സീത നാഡി എന്നൊരു നാഡിയുണ്ട്. ആ നാഡി ആക്ടിവേഷനും ചെയ്യുമ്പോൾ എനർജി നിങ്ങളുടെ കഴുത്തിൽ ക്രിയേറ്റ് ആയി തോള്, കൈ, എല്ലാ സ്ഥലത്തും എനർജി ക്ലാസ്സിൽ വെച്ചേ ഫീൽ ആവും. അതിനെ നിങ്ങൾ വീട്ടിൽ 2-3 ദിവസം കണ്ടിന്യൂസ് ആയി ചെയ്യുമ്പോൾ അത് വന്ന് പെയിന് റിലീവ് ആവും. ഇത് ആക്ടിവേഷൻ നാഡി ചാനൽ. ഇതിന്റെ പേര് ഇന്റേണൽ എനർജി മാനിപ്പുലേഷൻ. അതിന്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾ ഒരു ഓയിൽ സപ്ലിമെന്റ് വേണമെങ്കിൽ എന്തെങ്കിലും അത് അവിടെ കിട്ടുന്ന ഇതാണെങ്കിൽ മറ്റേ ധന്വന്തരം, ഇതേമാതിരി ചില ആയുർവേദ ഓയിൽസ് എക്സ്റ്റേണൽ അപ്ലിക്കേഷനും ചെയ്തോളാം. പക്ഷെ ഇതൊക്കെ ഇന്റേണൽ ഇതിൽ മാത്രം തന്നെ അത് വന്ന് ശരിയാവും. മാക്സിമം ഫുള്ള ശരിയാവും. എനിക്ക് പിന്നെ കഫത്തിന്റെ പ്രോബ്ലം ഉണ്ട്. അത് എപ്പോഴും ഉണ്ട്, മാറണേ ഇല്ല. ഞങ്ങൾ കുറെ ക്ലാസ്സിൽ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, എന്നാലും നന്നായിട്ടുണ്ട്. കഫം മാറണമെങ്കിൽ മൂലാധാര ആക്ടിവേഷൻ ചെയ്യുമ്പോൾ അതില് ഇത് റിഡക്ഷൻ മുദ്ര യൂസ് ചെയ്യണം. സ്വാധിഷ്ഠാന ആക്ടിവേഷൻ ചെയ്യുമ്പോൾ റിഡക്ഷൻ മുദ്ര ചെയ്യണം. എന്നിട്ട് കുറച്ചു നേരം ഇങ്ങനെ കയ്യെ പിടിച്ചാൽ ഇത് കഫനാശ മുദ്ര. ഇങ്ങനെ വെച്ചുകൊണ്ടേ ഇരുന്നാൽ 14 മിനിറ്റ് നിങ്ങൾ വെച്ചുകൊണ്ടിരുന്നാൽ കഫം ഉടനെ അങ്ങനെ താഴെ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോ ഇതിൽ വരുന്ന കഫം വന്ന് പെട്ടെന്ന് കൺട്രോളിൽ വരും. അതുപോലെ കഫത്തില് പല ടൈപ്പ് ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ഫുഡ് ട്രാക്കിലുള്ള കഫം, ഫുഡ് ട്രാക്കിൽ വന്ന് തൊണ്ടയിൽ വന്നിട്ട് ഇങ്ങനെ തുപ്പുന്ന കഫം, അതിന് വന്ന് തിർപ്പിലിയും പനങ്കർക്കണ്ടും. തിർപ്പിലി അത് വന്ന് ധൈര്യമായി, അത് മരുന്നല്ല, പ്രോട്ടീൻ റിച്ച് ആണ്. അതിനെ ലേശ വറുത്ത് പൗഡർ ചെയ്ത് കുറച്ച് പനങ്കർക്കണ്ട് ഇട്ട് ഇത്ര തന്നെ എടുക്കണം. ഈ ഇടയിൽ ഇങ്ങനെ എടുത്ത് നാക്ക നീട്ടി അകത്ത് ഇങ്ങനെ വെച്ചാൽ ഉടനെ ആ കഫം കരഞ്ഞ് ഡൈജസ്റ്റീവ് സിസ്റ്റം വഴിയാ മോശം വഴിയാ പോകും. ചില ആളുകള് മാർബ്, അതായത് ലങ്സിൽ കഫം കെട്ടിയാൽ അതിന് വന്ന് തൂതുവള എന്ന് ഒന്നുണ്ട്. തൂതുവള, ആടാതോട, തൂതുവള, കണ്ടം കത്തിരി, മുസുക്ക, ഇതിന്റെ പൗഡർ വെച്ചാൽ അത് വന്ന് അത് ശരിയാ. അതിലും നിങ്ങൾക്ക് എന്താ വെച്ചാൽ വൈറ്റമിൻസ് ആണ് കൂടുതലുള്ളത്. ആടാതോടെ വൈറ്റമിൻ എ കൂടുതലുണ്ട്. സാധാരണ മറ്റേ കഫം വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ആക്ച്വലി അത് കഫമല്ല, വൈറ്റ് ബ്ലഡ് കോർപ്പസിലിന്റെ വാൾസ് ഉടഞ്ഞ് അതിലുള്ള ലീക്കേജ് ആണ് അത് ബ്ലഡ് മറ്റേ ശ്വാസനാളങ്ങളെ അടയ്ക്കുന്നത്. അതിന് ഈ വാടാതോട, കണ്ടം കത്തിരി, മുസുക്ക എന്നുള്ള ഹെർബൽ ഫോർമുല യൂസ് ചെയ്താൽ അത് ക്ലിയർ ആവും, വേഗം ക്ലിയർ ആവും. ഉഷ ചേച്ചിയോട് സംസാരിക്കാൻ പറയൂ. കൈവേദനയ്ക്കുള്ളതല്ലേ ഉഷ ചേച്ചി? പറഞ്ഞോളൂ. അൺമ്യൂട്ട് പറഞ്ഞ് വേറെ വയസ്സ് പറഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യും. ഹലോ, കേൾക്കണുണ്ടോ? നമസ്കാരം. എനിക്ക് 56 വയസ്സ്. ഞാൻ പരിയാരം യോഗ ക്ലാസ്സിലെ സ്റ്റുഡന്റ് ആണ്. എനിക്ക് കുറേശ്ശെ ഒക്കെ ചെറുതായിട്ടുള്ളൂ, അത്ര സഹിക്കാൻ പറ്റാത്തില്ല. എനിക്ക് ഷോൾഡർ പെയിൻ, ലെഫ്റ്റ് ഹാൻഡ് പൊക്കാൻ പറ്റിയിരുന്നില്ല. ഇപ്പൊ യോഗയിൽ വന്നപ്പോ 1 വർഷമായി. ഇപ്പൊ എനിക്ക് അത് ഒരു 90% മാറി. ഇനിയിപ്പോ ഒരു 10% ഉള്ളൂ. ഇനി ചെറുതായി മുട്ടുവേദന, അങ്ങനെ സഹിക്കാൻ പറ്റാത്തതല്ല, എന്നാലും മുഴുവൻ അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല. ഒരു 10-20% കൂടി ഉണ്ട്. കൈ ഇപ്പൊ റൈറ്റ് ഹാൻഡിന്റെ വിരൽ ഇങ്ങനെ ചെറുതായിട്ടൊരു ഞരമ്പിലൊരു വലിവ് പോലെ തോന്നുന്നുണ്ട്. ഒക്കെ ലൈറ്റ് ആയിട്ട് അങ്ങനെ മുട്ടുവേദന ചെറുതായിട്ട് തുടങ്ങിയിട്ട് സ്റ്റെപ്പൊക്കെ കുറച്ച് കയറുമ്പോ. കൈ വേദന, ഷോൾഡർ വേദനയ്ക്ക് ആ നാഡി കണക്റ്റഡ് ടു വിശുദ്ധി ഉദാനൻ
അതിലോട് കണക്ട് ഉള്ള നാഡി ചാനലൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ നിന്ന് ആസ്ട്രൽ എനർജി ഫ്ലോ വരുമ്പോൾ ആ വേദനയൊക്കെ മാറും. ഒന്ന്. കാലിനാണെങ്കിൽ മൂലാധാര ആക്ടിവേഷൻ, അപാന ആക്ടിവേഷൻ. അടുത്ത് കൗശിക നാഡി എന്ന് പറഞ്ഞ നാഡി ചാനലുണ്ട്. കൗശിക നാഡി ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ രണ്ട് കാലിന് എനർജി ഉണ്ടാവും. അത് വേദന ഉടനെ ക്ലാസ്സിൽ വെച്ച് റിലീഫ് കിട്ടും. എന്നാലും നിങ്ങൾ വീട്ടിൽ പോയി ആ ഫോർമുല പ്രാക്ടീസ് നിങ്ങൾ 5-6 ദിവസം കൂടെ ചെയ്താൽ അത് പെർമനന്റ് റിലീഫ് കിട്ടും. ഓക്കെ, താങ്ക് യു. ഓക്കെ, റൈറ്റ്. ഓക്കെ, നെക്സ്റ്റ്. ഇനി ബീന ചേച്ചി ഇല്ലേ? ബീന ചേച്ചി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ടെസ്റ്റ് ടീച്ചറോ ആരെങ്കിലും സംസാരിക്കും. കുറ്റിക്കാടൻ സംസാരിച്ചോളൂ. അൺമ്യൂട്ട്. പറയൂ. കേൾക്കുന്നില്ല. അൺമ്യൂട്ട് ചെയ്തോളൂ. ആരാണെന്ന്. ഓക്കെ, അല്ലെങ്കിൽ അടുത്ത പേര് വിളിക്കും. ഹലോ, ഓക്കെ. കുറ്റിക്കാടൻ ആരെങ്കിലും സംസാരിച്ചോളൂ. നമ്മുടെ ഷൈബിൾ ചേച്ചി. ഗുഡ് ഈവനിങ് സ്വാമിജി. ഞാൻ ടെസ്സി, കുറ്റിക്കാട് യോഗ സെന്ററിൽ നിന്ന്. എനിക്ക് ഇതുപോലെ കേൾക്കുന്നില്ല. അൺമ്യൂട്ട്. മൈക്ക് ഓൺ ചെയ്യൂ ടീച്ചറെ, മൈക്ക് ഓൺ ചെയ്യൂ. ഓക്കെ, ശരിയാണ്, കേൾക്കാം, പറഞ്ഞോളൂ. ഇപ്പൊ കേൾക്കണ്ട? ഇങ്ങനെ കഫം എപ്പോഴും ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു അവസ്ഥയാണ്. അതിങ്ങനെ കുറെ വർഷങ്ങളായി ഭയങ്കര കഫം കെട്ടാണ്. അപ്പൊ അതിങ്ങനെ വിട്ടുമാറാണ്ട്. വയസ്സ് 66. 66. കഫം കെട്ടുന്ന നിങ്ങൾ കഫം കെട്ടുന്നവര് എന്താന്ന് വെച്ചാല് ഈ കഫനാസമുദ്ര ഉണ്ട്. അത് ഫുഡ് ട്രാക്കിൽ കഫമാണോ, ലങ്സിൽ വല്ലതും കഫമാണോ, എന്താണ് പറയൂ? ഫുഡ് ട്രാക്കിലാണ്. അതിങ്ങനെ സ്ഥിരം ഇങ്ങനെ കഫം ഇങ്ങനെ ഇറങ്ങി വരണ പോലെ നമുക്ക് ശിരസിൽ നിന്ന് ഇങ്ങനെ കഫം ഇറങ്ങി വരണ ഒരു ഫീലാണ്. ശിരസിൽ നിന്ന് കഫം ഇറങ്ങി വന്നാൽ അതിന് നിങ്ങൾ കരിസലാങ്കണ്ണി പൗഡർ യൂസ് ചെയ്യണം. കരിസലാങ്കണ്ണി എന്ന് ഒരു കീരവകയുണ്ട്. കരിസലാങ്കണ്ണിന്ന് അത് പൗഡർ യൂസ് ചെയ്താൽ അത് ആ ശിരസിൽ നിന്ന് ഇറങ്ങി വരുന്നത് നിൽക്കും. അതുപോലെ മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ ചെയ്യണം. മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ ചെയ്ത് കരിസലാങ്കണ്ണി ആ കഫം അത് മിഡ് ബ്രെയിനിലുള്ള കഫം അത് അപ്പർ പാലറ്റ് വരെ ഒരു ട്രാക്കിൽ അത് സ്റ്റോർ ആയിരിക്കുന്നതാണ്. അത് കരിസലാങ്കണ്ണി പൗഡർ യൂസ് ചെയ്താൽ അത് റിലീസ് ആയിക്കൊള്ളും. അത് നമുക്ക് പൗഡർ ഈ ആയുർവേദ ഷോപ്പ് അതൊക്കെ നമ്മൾ വരുമ്പോ ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. അതുപോലെ എനിക്ക് സ്വാമിജി മുട്ടുവേദന കുറെ വർഷങ്ങളായി മുട്ടുവേദന. അപ്പൊ കുറെ അലോപ്പതി മരുന്നുകളൊക്കെ ചെയ്തു, കുറച്ച് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തു. പക്ഷെ ഇപ്പൊ യോഗയ്ക്ക് വരുന്നുണ്ട്. മുട്ടുവേദന എനിക്ക് മുമ്പത്തേക്കാളൊക്കെ. അലോപ്പതി ചെയ്താലും ശരി, യോഗ ചെയ്താലും ശരി, വേറെ ഒരു കാര്യം കൂടെ നമ്മൾ നോക്കണം. ആ മുട്ട് തേയ്മാനം വന്നിട്ടുള്ള ടിഷ്യൂസ് ഡാമേജ് ആയത് ശരിയാകണം. കാർട്ടിലേജ് തിരിച്ച് ഫാം ആകണം. ടെൻഡൻസ് ഇതൊക്കെ ഫാം ആകണമെങ്കിൽ അവിടെ വൈറ്റമിൻ സി ആഹാരം കഴിക്കണം. വൈറ്റമിൻ സി ഉള്ളത് നെല്ലിക്ക, മറ്റേ പപ്പായ, ഈ ലെമൺ ഈ ഒരു ലെമൺ, ഒരു പപ്പായ, ഒരു ഓറഞ്ച് എടുത്ത് അതിനെ ജ്യൂസ് അടിച്ച് അതിൽ കുറച്ച് എപ്സം സാൾട്ട് ഇട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു മാസത്തിൽ ഫസ്റ്റ് 3 days കഴിക്കണം. ഫസ്റ്റ് 3 days നിങ്ങൾ കഴിക്കുമ്പോൾ അതിലുള്ള വൈറ്റമിൻ സി കോമ്പിനേഷൻ ബ്ലഡിൽ ഒരു മാസം സ്റ്റോറായി നിന്ന് അത് റിപ്പയറിങ് വർക്കൊക്കെ ചെയ്യും. എന്നാലാണ് അത് ശരിയാവുന്നത്. സോ നമ്മൾ അക്യുപ്രഷർ ചെയ്താലും ശരി, ഏത് ചെയ്താലും അവിടെ സെൽ ഫോർമേഷന് ആവശ്യമുള്ള മെറ്റീരിയൽ വൈറ്റമിൻസും അത് കൂടെ ഇട്ടാലേ വേഗം റിക്കവറി ആവും. എപ്സം സോൾട്ട് മിക്സ് ചെയ്യണല്ലേ? അതെ, എപ്സം സാൾട്ട് ഇട്ട് അതിലേക്ക് എന്തിനു ഫ്രിഡ്ജിൽ വെക്കണം എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ചെയ്യാൻ നോക്കില്ല. ചെയ്ത് വെച്ചിട്ട് ഒരു മൂന്ന് അടുത്ത ദിവസം ഇതേമാതിരി ഒന്ന് ചെയ്ത് വെച്ചാൽ 2-3 പ്രാവശ്യം. അതായത് നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ഇതൊക്കെ കുറുകിയ കാലം മണിക്കൂർ കണക്കിന് തന്നെ ദേഹത്തിൽ നിൽക്കും. പക്ഷേ വൈറ്റമിൻ സി ആൽമോസ്റ്റ് ഒരു മാസം വരെ ബ്ലഡിൽ സ്റ്റോറായി നിന്ന് റിപ്പയറിങ് ജോയിന്റ്സിനൊക്കെ ഫ്രീ ചെയ്യാനുള്ള പവർ ഉണ്ട്. അതും കൂടെ എടുക്കണം. കുറച്ച് വയസ്സായ തേയ്മാനം നമ്മളിപ്പോ ഒരു എഞ്ചിന് ഇത് വാങ്ങുന്നു, ബൈക്ക് വാങ്ങുന്നു, അത് അത്രയും മെറ്റൽ അതും തേയുന്ന മാതിരി നമ്മുടെ ഹ്യൂമൻ ബോഡിയും ഓർഗാനിക് അല്ലേ. ഇപ്പൊ തേയ്മാനം ഉണ്ടാകും.
അതിന് നമ്മൾ ഫുഡ് സപ്ലിമെന്റ് ഇട്ട് കൊടുക്കണം. അതിൽ മെയിനാ വൈറ്റമിൻ സി. വൈറ്റമിൻ സി. അതും കൂടെ ചെയ്യുമ്പോൾ പെട്ടെന്ന് റിലീഫ് കിട്ടും. ഓക്കെ, താങ്ക് യു സ്വാമിജി. താങ്ക് യു. സുമേഷ് പറയൂ. ഹലോ, പറയൂ. കേൾക്കണല്ലേ? പറഞ്ഞോളൂ. നമസ്കാരം സ്വാമി, നമസ്കാരം. എന്റെ പേര് സുമേഷ്. ഞാൻ മനോജിന്റെ സുഹൃത്താണ്. എനിക്ക് 45 വയസ്സ്. എനിക്ക് ശരീരം മുഴുവനെ നീർക്കെട്ട്, വേദന പ്രശ്നങ്ങളാണ്. അപ്പൊ ഒരു 15 വർഷമായി ഏകദേശം എനിക്കുണ്ട്. ആദ്യം ചെറുതായി അങ്ങനെ കൂടി ഇപ്പൊ ഒരുവിധം കൂടുതലായിട്ടുള്ള സ്റ്റേജിൽ വരുന്നത്. പല ട്രീറ്റ്മെന്റുകളും എടുത്തു, ആയുർവേദം, ഉഴിച്ചില് ഒക്കെ ചെയ്തു. അതെല്ലാം ഒഴിച്ചും ചെയ്താലും വൈറ്റമിൻ ഇത് അയൺ കണ്ടന്റ് കൂടെ എടുക്കണം. അയൺ കണ്ടന്റ് ഉള്ള ആഹാരം കൂടെ എടുക്കണം. ഇതൊന്ന് നീരിളക്കം എന്ന് പറയും. നീരിളക്കം വരാൻ കാരണം ഹീമോഗ്ലോബിനിൽ അയൺ കണ്ടന്റിന്റെ പവർ കുറയുമ്പോഴാണ് ഇത് വരുന്നത്. ഇപ്പൊ അയൺ കൂടുതലുള്ളതായിട്ടുള്ള മുരിങ്ങക്കായ്, അതേമാതിരി നിങ്ങൾക്ക് വന്ന് ഡേറ്റ്സിലുള്ള അയൺ, മാതുള നാരങ്ങയിലുള്ള അയൺ, ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് അയൺസ് നിങ്ങൾ അയൺ എടുക്കണം. ഇരുമ്പ് ചത്ത് എടുത്താലേ നീരിളക്കം സ്റ്റോപ്പാവും. എന്തോന്ന് നീര് ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നത്, നിങ്ങൾ കുളിച്ചാലോ തല വേർത്താലോ അത് വന്ന് നീര് വരും. അപ്പൊ അത് ബ്ലോക്ക് ആക്കണമെങ്കിൽ ഫസ്റ്റ് അയൺ കണ്ടന്റ് കൂടുതൽ വരണം. എന്തോന്ന് അയൺ ആൻഡ് പ്രോട്ടീൻ കുറച്ച് കൂടെ എടുക്കണം. അയണാണ് ഫസ്റ്റ് എടുക്കേണ്ടത്. എടുത്താൽ നിങ്ങൾക്ക് നീരിളക്കം പറഞ്ഞ് ഫർദർ നീരെങ്ങനെ വരുന്നത് കുറയും. ഇപ്പൊ നിങ്ങൾ ചെറിയ വയസ്സാണ്. നിങ്ങളുടെ ബോഡി വെയിറ്റ് എങ്ങനെ, എത്ര? ബോഡി വെയിറ്റ് 172 സെന്റിമീറ്റർ ഉയരം, 70 കിലോ വെയിറ്റ്. നീരിളക്കമാണ് മെയിനാ ഉള്ളത്. അത് വന്ന് കുളിക്കുമ്പോഴും അതുകൊണ്ട് വഴിയായിട്ട് ദേഹത്തിൽ നീരിറങ്ങുന്നതാണ്. അതിനെ വന്ന് നിങ്ങൾ ഇത് അയൺ കണ്ടന്റ് കൂടുതൽ എടുത്താൽ. തലയിൽ എന്ത് എണ്ണയാണ് തേച്ച് കുളിക്കുന്നത്? ഇല്ല, ഇപ്പൊ തേച്ച് കുളിക്കണില്ല. തലയിൽ എണ്ണ തേക്കണില്ല. ഇപ്പൊ ചെറുപ്പത്തിലെ വീട്ടിൽ തന്നെ ചെയ്യുന്ന രീതിയിൽ ചെയ്തിരുന്നു. എണ്ണ തേച്ചാൽ തന്നെ നിങ്ങൾക്ക് വന്ന് അത് തലനീര് ഇറക്കം കുറച്ച് കൺട്രോളിൽ വരും. എണ്ണ തേക്കാതെ കുളിച്ചാൽ തലനീര് പെട്ടെന്ന് ഇറങ്ങും. ഇപ്പൊ കഴുത്തിൽ ബൾജിങ് ഉണ്ട്. കഴുത്തിലും പുറത്തൊക്കെ ഇപ്പൊ ബൾജിങ് ഉണ്ട്. C4, C5, C6, L4, L5, L6 ബൾജിങ്. നിങ്ങൾ വന്ന് മറ്റെവിടെയായിട്ട് നമുക്ക് ഉള്ള ഫോർമുല ഇന്റേണൽ നമ്മൾ നേരെ വരുമ്പം ചെയ്യാം. അതിൻ്റെ ഫുഡിലും നിങ്ങൾ ഇത് കുറച്ച് കെയർഫുൾ ആയിരുന്നു. ഇത് അയൺ ആഹാരങ്ങൾ അത് ചെയ്യണം. ശരി സ്വാമിജി, താങ്ക്സ്. ചെയ്താൽ മതി. വേറെ പിന്നെ പ്രിയ മാഡം സംസാരിച്ചോളൂ. ഹലോ മാഷെ, കേൾക്കാൻ പറ്റുമോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. എന്റെ പേര് പ്രിയ. എനിക്ക് 44 വയസ്സാണ്. എനിക്ക് ഭയങ്കര കിതപ്പ് കൂടുതലാണ്. നടക്കുമ്പോഴായാലും സ്പീഡിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഭയങ്കര കിതപ്പാണ്. ഓടാനൊന്നും തീരെ പറ്റണില്ല, അത്രയ്ക്ക് കിതപ്പാ. ശരിക്കും ശ്വാസം മുഴുവൻ വലിച്ചിട്ട് കിട്ടാത്ത പോലത്തെ ഒരു അവസ്ഥയുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പനി വരിക, അലർജി പ്രശ്നങ്ങള് ഭയങ്കരമായിട്ട്. നിങ്ങൾക്ക് വന്ന് ലങ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യണം. ഇൻക്രീസ് ചെയ്യുന്ന എക്സസൈസ് അനാഹതം, പ്രാണൻ, വേറെ ചില നാഡി ചാനലുണ്ട്. അതിന്റെ ലങ്സിന്റെ കപ്പാസിറ്റി കൂട്ടുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കാ ക്ലിയർ ആവും. ലങ്സ് കപ്പാസിറ്റി കൂട്ടുന്ന ചില നാഡി ചാനൽ, ചില എക്സസൈസ് ഉണ്ട്. അത് ഞാൻ വരുമ്പോൾ പറഞ്ഞു തന്ന അത് കൂടുമ്പോൾ അത് ശരിയായിക്കുള്ളൂ. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് ഷൈബി ചേച്ചി പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. എന്റെ പേര് ഷൈബി, കുറ്റിക്കാടുന്ന്, വയസ്സ് 53. എനിക്ക് ഇപ്പൊ ഒരു 1 month ആയിട്ട് ഇങ്ങനെ കഴുത്തിൽ നീര് വന്നു. അത് കഴിഞ്ഞ് റൈറ്റ് ഷോൾഡറിലേക്കും റൈറ്റ് ഹാൻഡിലേക്കും ഇങ്ങനെ നീര് വന്നിട്ട് ഭയങ്കര നിംനസ് ആയിരുന്നു. ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും കൈ ഭയങ്കര ഒരു തളർന്നിങ്ങനെ ഇതാവുന്ന പോലെ ഫീൽ ആവുന്നു. നീര് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കഴുത്തിന്റെ എക്സസൈസ് ഞാനിപ്പോ യോഗയുടെ അത് ചെയ്യുന്നുണ്ട്, വേറെ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ചെയ്യുമ്പോ ഭയങ്കര വേദന വരുന്നു. കഴുത്ത് എക്സസൈസ് മാത്രം ചെയ്താൽ പോരാ, കഴുത്തിലുള്ള
ഈ നട്ടലിനുള്ള തേയ്മാനം ഉണ്ടാവും. ആ തേയ്മാനം കറക്റ്റാ സെർവിക്കൽ ബോൺ ഇതിലാണ് തേയ്മാനം എന്ന് കണ്ടുപിടിക്കണം. ഇങ്ങനെ ഇരിക്കുന്ന നട്ടൽ എവിടെയെങ്കിലും ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് ഇങ്ങനെ ജാമായിരിക്കും. ഇങ്ങനെ ജാമായിരിക്കും. ആ കയ്യിലുള്ള എന്ന് പറയുന്ന നെർവ് അതിൽ ഇങ്ങനെ പിഞ്ചിഡ് നെർവ്, അതിന്റെ പേര് ടൈറ്റ് ആവും. ടൈറ്റ് ആകുമ്പോഴാണ് ഈ വേദനയൊക്കെ വരുന്നത്. അതുകൊണ്ട് വെറും കഴുത്തിന്റെ ഉള്ള എക്സസൈസ് ചെയ്താൽ പോരാ, ഭുജംഗാസനം നല്ല യൂസാ. ഭുജംഗാസനം അതിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഒരു കൗണ്ടർ പോസ് അതിന് കിട്ടും. കുറച്ച് ഓയിലും യൂസ് ചെയ്യണം, വൈറ്റമിൻ സിയും അപ്ലൈ ചെയ്യണം. ആ ഏരിയയിൽ കുറച്ച് റിലാക്സ് ചെയ്ത് വിടണം. റിലാക്സ് ചെയ്ത് വെച്ചാലേ അത് റിക്കവറി ആവും. അപ്പൊ കഴുത്തിന്റെ എക്സസൈസ് അല്ല, ഭുജംഗാസനം തിരിച്ച് നിങ്ങളുടെ സൗകര്യമായി ഇങ്ങനെ ചെയ്യണം. ഭുജംഗാസനത്തിൽ അഡ്വാൻസ് സ്റ്റേജിൽ ഇങ്ങനെ ഭുജംഗാസനത്തിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ സൈഡിൽ രണ്ടിലും ഇങ്ങനെ ടേൺ ചെയ്യുന്ന പോസ് ഉണ്ട്. അതും കൂടെ ചെയ്താൽ ഒരു റിലീഫ് കിട്ടും. പ്ലസ് നാഡി ചാനൽ നിങ്ങൾക്ക് അതിന് കുറിപ്പിട്ടുള്ള ഇത് വിശുദ്ധി ഉദാഹരണം ആ ഏരിയയിൽ എവിടെ നിങ്ങൾക്ക് ഇത് പ്രോബ്ലം ഉണ്ട് അവിടെ വരുന്ന നാഡി ചാനൽ ഓപ്പൺ ചെയ്ത് വിട്ടാൽ അത് പെയിൻ റിലീവ് ആവും. ഭുജംഗാസനം ഇപ്പൊ തത്സമയം ചെയ്യാൻ തുടങ്ങിയുള്ളൂ. അതേമാതിരി നിങ്ങൾ വൈറ്റമിൻ സിയുടെ നെല്ലിക്ക ജ്യൂസ് അങ്ങനെ വൈറ്റമിൻ സി ഇതുള്ളത് എടുക്കണം. താങ്ക് യു സാംജി. അടുത്തത് രജത ചേച്ചി സംസാരിച്ചോളൂ. അൺമ്യൂട്ട്. മൈക്ക് ഓൺ ചെയ്തോളൂ കേട്ടോ ചേച്ചി. ചോദിച്ചോളൂ. ആ, പേര് വയസ്സ് പറഞ്ഞിട്ട് പറയും. മൈക്ക് ഓൺ ആയിട്ടില്ല ചേച്ചി. മൈക്ക് ഓൺ ആക്കൂ. അത് ഒന്ന് ഓൺ ചെയ്യണം. അൺമ്യൂട്ട് ചെയ്യണം. ആരെങ്കിലും വിളിച്ചോളൂ, മകളെ വിളിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്തോളൂ. ഗുഡ് ഈവനിങ് സർ. റൈറ്റ് പറഞ്ഞോളൂ. ഇത് എന്റെ വയസ്സ് 42. എനിക്ക് PCOD കംപ്ലൈന്റ് ഉണ്ട്. PCOD ഫൈബ്രോയിഡ് അല്ല വിൻസിയാണ്. വിൻസി അത് വന്ന് എങ്ങനെയാന്ന് പറഞ്ഞാൽ PCOD നിങ്ങൾക്ക് മാത്രമല്ല, തമിഴ്നാട് കേരളത്തില് +2 പഠിക്കുന്ന ലെവലിലുള്ള റേഞ്ചിൽ നോക്കിയാൽ 60% പേർക്കുണ്ട്. 60% പേർക്ക് PCOD ഇരിക്കുകയാണ് കേരളത്തും. ഇതും +2 പഠിക്കുന്ന ലെവലില്. അവർക്ക് ഈ അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടി ഈ ലേഡീസ് ഒരു ഗൈനക്കോളജി ഡോക്ടറെ കൊണ്ട് അഡ്വൈസ് ഒക്കെ ചെയ്യണം. PCOD വരുന്ന സ്റ്റാർട്ടിങ് പോയിന്റ് എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഈ മെൻസസ് ടൈമിൽ യൂസ് ചെയ്യുന്ന പാഡ് 4 ഹവറിന് കൂടുതൽ യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷെ കുറെ കുട്ടികളൊക്കെ അത് വെച്ചിട്ട് കൂടുതൽ നേരം വരുമ്പോൾ അതിൽ നിന്ന് ഇൻഫെക്ഷൻ ഉണ്ടായി. അതിലാണ് ആ സ്റ്റാർട്ടിങ് പോയിന്റ് 1. രണ്ടാമത് മെൻസസ് ടൈമിൽ ഹെവി വർക്ക് ചെയ്യാൻ പാടില്ല, പടി കയറാൻ പാടില്ല. അവർ അറിയാതെ സ്കൂളില് മറ്റേ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് കളിക്കാൻ പറയും. ഇതൊക്കെയാണ് 2 റീസൺ മാക്സിമം ഒരു PCOD വരുന്നത്. ഈ PCOD ക്ലിയർ ചെയ്യാൻ യോഗയില് സ്വാധിഷ്ഠാനം, വ്യാനവായു, അതുപോലെ 2-3 സൂത്ര നാഡി എന്ന് പറയുന്ന നാഡിയുണ്ട്. ആ നാഡിയും കൂടെ ഓപ്പൺ ചെയ്യുമ്പോൾ എവിടെ ബ്ലോക്ക് ഉണ്ടോ അവിടെ ഈ എനർജി കിട്ടും. നിങ്ങൾക്ക് എനർജി കിട്ടിയാൽ അത് റൈറ്റ് സൈഡാ ലെഫ്റ്റ് സൈഡാന്ന് നോക്കിയാൽ എനർജി കിട്ടിയാൽ അത് ശരിയായിക്കൊള്ളും. അത് ഹെർബൽ ഹെർബൽ ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ പോത്തിന്റെ മറ്റേ വെണ്ണ ഉണ്ടല്ലോ, വെണ്ണ ബട്ടർ പോത്തിന്റെ ബട്ടർ, അതില് നിങ്ങൾ വന്ന് തണ്ണീർ വിട്ടാൻ കിഴങ്ങ് എന്ന് പറയുന്നത്, അതേ സദാവരി കിഴങ്ങ് എന്ന് പറയും. അതിന്റെ പൗഡറും അതും അതിന്റെ കൂടെ നിങ്ങൾക്ക് വന്ന് മറ്റേ എന്തോന്ന് വയമ്പു, ചിത്തരത്ത ഈ 3ഉം കൂടെ യൂസ് ചെയ്ത് ആ പൊടിയിൽ കലക്കി മറ്റേ വെണ്ണയിൽ മിക്സ് ചെയ്ത് കാലത്ത് നിങ്ങൾ ഡെയിലി എടുത്താൽ ആ PCOD പെട്ടെന്ന് ക്ലിയർ ആകും. PCOD ഇതൊരു കോമൺ ഫാക്ടർ. ഒരുപാട് പേർക്ക് ഈ പ്രശ്നമുണ്ട്. നമുക്ക് ക്ലാസ്സിൽ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാട്ടോ. ഇപ്പൊ സമയത്തിനനുസരിച്ച് പറഞ്ഞാൽ ക്ലാസ്സിൽ നമുക്ക് ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ വരുമ്പോൾ ശരിയാക്കാട്ടോ. ചേച്ചി പറഞ്ഞോളൂ. നമസ്കാരം സ്വാമിജി. കേക്കണ്ട?
ഓ, പേര് കേൾക്കുന്നുണ്ട് രജിത. ആ പേര് രജിത, 53 വയസ്സ്. ആ എനിക്ക് നീർക്കെട്ടാണ് കൂടുതലും. ശരീരത്തിന് ഭയങ്കര നീർക്കെട്ടാണ്, തലനീരിറക്കം തന്നെ കുറെ നാളുകളായിട്ട്. തലനീര് ഇറക്കുന്ന നല്ല അതിന് വേദന. അതിന് എന്ത് ആ ചെയ്യണമെന്ന് വെച്ചാല് ഫസ്റ്റ് നിങ്ങൾ കുളിച്ചിട്ട് ഉടനെ തല തോർത്തുന്നുണ്ടല്ലോ. ആ. കുളിച്ചിട്ട് ഉവ്വ ഇങ്ങനെ ഉവ്വ. തലയൊക്കെ തോർത്ത് വെച്ച് തുറയ്ക്കുന്നുണ്ടല്ലോ. അത് തുറച്ചിട്ട് ഒരു ഉവ്വ. 5 മിനിറ്റ് കഴിഞ്ഞ് ഒന്നുകൂടെ തലയെ തന്നെ തുറയ്ക്കണം. കാരണം വെച്ചാൽ ഈ മുടിയിലുള്ള നീര് നിങ്ങൾ തുറയ്ക്കുമ്പോൾ വെച്ചാൽ അത് ഇനിയും ഇറങ്ങി വരും. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഒന്നുകൂടെ തോർത്തത്ത് നല്ല തുറച്ചാൽ ഈ നീർക്കെട്ടിന്റെ പെർസെൻറ്റേജ് കുറയും. മനസ്സിലായില്ലേ? കുളിച്ചിട്ട് ഉടനെ തന്നെ അങ്ങനെ ഒരു പ്രാവശ്യം മുടി വളർത്തിയിട്ടിരിക്കുന്നതുകൊണ്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഒരു നല്ല ടർക്കി ടവൽ മാത്രം വെച്ച് കൊണ്ട് നല്ല ക്ലീൻ ചെയ്താൽ ആ നീരിളക്കം കുറയും. മനസ്സിലായോ? അതുപോലെ നിങ്ങൾക്ക് രാസനാദി ചൂർണം ഉണ്ടല്ലോ. രാസനാദി ചൂർണം വാങ്ങിച്ച് അത് ഉച്ചിയിൽ എവിടെ പോയിന്റ്സ് ഉണ്ടോ അവിടെ നിങ്ങൾ ലേസാ ടച്ച് ചെയ്താൽ നീര് ഇളക്കം കുറയും. ഓക്കെ, കുറഞ്ഞു. ഓക്കെ, മേരിക്കോൾ ടീച്ചർ സംസാരിച്ചോളൂ കേട്ടോ. ടീച്ചർ സംസാരിച്ചോളൂ. പറയൂ, പേര് വയസ്സും പറയൂ. പറയൂ, കേൾക്കുന്നില്ല. അൺമ്യൂട്ട്. ടീച്ചറെ മൈക്ക് ഓൺ ചെയ്തിട്ടില്ല. ഓക്കെ, പറഞ്ഞോളൂ. ഞാൻ മേരിയാണ്. എനിക്ക് 59 വയസ്സ്. എനിക്ക് ഉപ്പിറ്റി വേദനയാണ്. അപ്പോ നല്ല ലെഫ്റ്റ് ലെഗ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ 2 കാലും നല്ല വേദനയാ, ഉപ്പിറ്റി വേദന. 2 കാലിലും വേദന ഉണ്ടാ? 2 കാലിലും വേദന. മോഷനൊക്കെ ശരിക്കും പോകുന്നുണ്ടാ? ലെട്രിനൊക്കെ? അത് വൺസ് എ ഡേ, കാലത്ത് മാത്രം. അത് വൺസ് എ ഡേ എന്നുള്ളത് ട്വൈസ് എ ഡേ എന്ന് മാറ്റണം. എന്തോന്ന്? ട്വൈസ് എ ഡേ എന്ന് നിങ്ങൾക്ക് മാറ്റാൻ അതിന് സ്പെഷ്യൽ എക്സസൈസ് ഉണ്ട്. സ്പെഷ്യൽ എക്സസൈസ് വെച്ചാൽ മൂലാധാര ആക്ടിവേഷൻ പ്ലസ് അപാന ആക്ടിവേഷൻ, ഗുഹു നാഡി എന്ന് ഒരു നാഡി ഓപ്പണിംഗ് ടെക്നിക്ക് ഉണ്ട്. അതും കൂടെ ചെയ്തിട്ട് മേരുദണ്ഡ ആസനവും കൂടെ ചെയ്താൽ നിങ്ങൾ ഈ ചെയ്ത് 5 മിനിറ്റിനകം ബാത്റൂമിന് പോകാൻ പറ്റും. അപ്പോ ഒരു നേരം ഇന്നൊരു നേരം കൂടെ ഒരു ടൈം ഫിക്സ് ചെയ്ത് ആ സമയത്തിന്റെ 20 മിനിറ്റിന് മുമ്പ് ഈ ഇതൊക്കെ ചാനൽ ഓപ്പണിംഗ് എക്സസൈസ് ചെയ്താൽ ഇങ്ങനെ തുടർന്ന് ഒരു 10 ദിവസം ഇതാകുമ്പോൾ നിങ്ങളുടെ ബോഡി പിക്കപ്പ് ചെയ്യും. അപ്പോ രണ്ട് നേരം കക്കൂസ് പോയാലേ ഈ ടോക്സിൻസ് ഒക്കെ പുറത്തു പോയാലാണ് ശരിയാവും. ഈ ടോക്സിൻ ആണ് വാദത്തെ ഇൻക്രീസ് ചെയ്യുന്നത്, വാദ ഡിസ്റ്റർബൻസ്. അതിന്റെ ഗുണം കൊണ്ടാണ് ഇത് വരുന്നത്. ഇപ്പൊ ടോക്സിൻ വെരി വെരി ഇമ്പോർട്ടന്റ്. മനസ്സിലായില്ലേ? ഇതിനെ ആദ്യം ചെയ്യുമ്പോൾ ടാക്സിൻ ഇത് ക്ലിയർ ആവും. രണ്ടാമത് ടാക്സിൻ ക്ലിയർ ചെയ്യാൻ ഒരു മുദ്ര ഉണ്ട്. ഇത് ഇങ്ങനെ കയ്യ വെച്ച് ഇങ്ങനെ കയ്യ വെച്ചോണ്ടിരുന്നാൽ ടാക്സിൻ ഇത് ശരിയാവും. ഈ ടാക്സിൻ റിമൂവ് ചെയ്യാനാണ് ഇങ്ങനെ മോതിരങ്ങളൊക്കെ ഈ വിരലിലിട്ട് ഇടുന്നത്. മോതിരം ഇവിടെ ടച്ച് ആയിക്കൊണ്ടിരുന്നാൽ, ഈ മർമ്മ പോയിന്റിൽ ടച്ച് ആയിക്കൊണ്ടിരുന്നാൽ ടാക്സിൻ വന്ന് പുറത്ത് പോകും. എന്നുവെച്ചാൽ നമ്മൾ 3 നേരം ആഹാരം കഴിക്കുന്നുണ്ട്. 3 നേരം വെച്ചാൽ ആക്ച്വലി 3 നേരം കക്കൂസിന് പോകണം. അത് പോകുന്നില്ല. ഒരു ടൈം പോയി അപ്പൊ 2 നേരം കഴിച്ചത് അവിടെ ഉള്ള സ്റ്റോക്കായിട്ട് സ്റ്റോർ ചെയ്യും. അപ്പോ നമ്മുടെ ആഹാരം എവിടെ അധിക നേരം സ്റ്റോർ ചെയ്താലും അവിടെ ഒരു പോയിസൺ ക്രിയേറ്റ് ആവും. നിങ്ങൾക്ക് വയറ്റിൽ ഒരു 2.5 അവർ വരെ ഇരുന്നാൽ കുഴപ്പമില്ല. അവിടെ 4 അവർ 5 അവറൊക്കെ ഇരുന്നാൽ വോമിറ്റിംഗ് വരും. അതേമാതിരി ലാർജ് ഇൻഡസ്ട്രൈനിൽ 12 അവർ മിനിമം 24 അവർ വരെ അവിടെ സ്റ്റോറേജിൽ ഇരുന്നാൽ കുഴപ്പമില്ല. അത് 36 അവറിന്റെ മേലെ വരുമ്പോഴാണ് കാലുവേദന മൂട്ടുവേദന എന്ന് തുടങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ മോഷൻ പോകുന്ന ഡെയിലി 2 ടൈംസ് ആക്കണം, ട്വൈസ് ആക്കണം. അപ്പൊ അതിന് ഈ നാഡി ചാനൽ ഓപ്പണിംഗ്. അത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ത്രിഫല കഴിക്കണമെങ്കിൽ രാത്രി കഴിക്കണം. രാത്രി ചൂടുവെള്ളത്തിൽ ത്രിഫല കഴിച്ചാൽ കാലത്ത് മോഷൻ പോകും. മനസ്സിലായില്ലേ? രാത്രി. ഇതില്ലെങ്കിൽ സിദ്ധ മെഡിസിന് നിലവാഹി ചൂർണം അത് സിദ്ധാവിൽ മാത്രമേ കിട്ടും. അതിനുള്ള എവിടെ കിട്ടും എന്നുള്ള ഡീറ്റെയിൽസ് എന്നാൽ അവർ സെൻട്രൽ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ഇംകാപ്സ് എന്നുണ്ട്. അവർ നിങ്ങളെ വീട്ടിന് അവർ കൊരിയറിലും അയച്ചു തരും. ഇംകാപ്സ് ഒന്ന് നിങ്ങൾക്ക് ചെന്നൈയിലുണ്ട്, ബാംഗ്ലൂരുണ്ട്, ട്രിവാൻഡ്രത്തും ഉണ്ടോ എന്നുള്ളത് നോക്കണം. അവർ അയച്ചു തരും. നിലവാഹി ചൂർണം. ഇങ്ങനെ മോഷൻ വന്ന് മിനിമം 2 ടൈംസ് എഡേ പോയാൽ വാദ അസുഖങ്ങൾ മാറും,
സ്കിൻ പ്രോബ്ലമും വരില്ല. സ്കിന്നിന്റെ പ്രോബ്ലമും സ്റ്റാർട്ടിങ് വിത്ത് മോഷൻ പ്രോബ്ലമാണ്. ഓക്കെ. അത് ചെയ്താൽ മതി. അതിനുള്ള ടെക്നിക്കൊക്കെ വരുമ്പോൾ പറഞ്ഞു തരാം. ചിലവായ സ്റ്റുഡൻറ് ഏർപ്പാട് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. ഓക്കെ. താങ്ക് യു സ്വാമി. ഗിരീഷ് സംസാരിച്ചോളൂ. അൺമ്യൂട്ട്. ഗിരീഷ് മൈക്ക് ഓൺ ചെയ്യൂ. മൈക്ക് ഓൺ ചെയ്യണം. ഗിരീഷ് പറഞ്ഞോളൂ. സെല്ലിന്റെ താഴെ വന്ന് ഇങ്ങനെ അത് ടച്ച് ചെയ്താൽ മൈക്ക് ടച്ച് ചെയ്താൽ അത് ആണായി പോകും. ചെയ്തോളൂ. ശ്രീലേഖ മാഡം സംസാരിച്ചോളൂ. കേൾക്കുന്നില്ല. മൈക്ക് ഓൺ ചെയ്തോളൂ. ശ്രീലേഖ മാഡം പറയൂ. കേൾക്കുന്നില്ല. മൈക്ക് ഓൺ ചെയ്തോളൂ. ശ്രീലേഖ മാഡം സംസാരിച്ചോളൂ. ഹലോ. ഓക്കെ. വേറെ ആര്? ഓക്കെ. ദിലീജ മാഡം സംസാരിച്ചോളൂ. ഹലോ. പറയൂ. ഓക്കെ. എന്റെ പേര് ശ്രീലേഖ. എനിക്ക് 37 വയസ്സുണ്ട്. എത്ര വയസ്സ്? 37. ശരി. എനിക്ക് ഈ അടുത്ത് ശ്രദ്ധിച്ചപ്പോ തോന്നിയൊരു കാര്യം, ശരീരം മൊത്തം ഡ്രൈ ആവുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഒരു കാൽമുട്ടിന്റെ എല്ല് ഇങ്ങനെ പൊട്ടണ വെച്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കൂടാണ്ട് എല്ലാ ജോയിന്റ്സും അല്ലെങ്കിൽ ശരീരം മൊത്തം ഡ്രൈ ആവുന്ന രീതിയിൽ വരുന്നുണ്ട്. അതപ്പോ എന്താ ചെയ്യുന്നത്? ബോഡി വെയിറ്റ് കുറച്ചു കൂടുതലാണ്. 76 ആ ഉള്ളത്. ഹൈറ്റ് ഒരു 164 ഉണ്ട് ഹൈറ്റ്. 64. നിങ്ങൾക്ക് ഇപ്പൊ ഒന്ന് ഡ്രൈ സ്കിൻ ആകുമ്പോൾ കഫത്തിന്റെ പെർസെന്റേജ് കൂട്ടണം. കഫത്തിന്റെ പെർസെന്റേജ് കൂട്ടുമ്പോൾ കുറച്ച് വെയിറ്റ് കയറും. പക്ഷെ സ്കിന്നിന് ഡ്രൈ സ്കിൻ പോണെങ്കിൽ കഫത്തിന്റെ പെർസെന്റേജ് ഇൻക്രീസ് ആയാലേ ഡ്രൈ സ്കിൻ മാറും. മനസ്സിലായ? അത് കഫത്തെ നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കാലത്ത് എന്തോന്നാണ് ആഹാരം കഴിക്കുന്നത്? ഇഡ്ലി, ദോശ അങ്ങനെ എന്തെങ്കിലും. ഇഡ്ലി, ദോശയൊക്കെ കഴിയുന്ന ഒരു മാസത്തിൽ 3 ദിവസം പഴയ കഞ്ഞി, അതിന്റെ കൂടെ ഒരു ചെറിയ ഈരുള്ളിയും കൂടെ ചേർന്ന് 3 ദിവസം കാലത്ത് അത് കഴിക്കണം. കഴിച്ചാൽ കഫത്തിന്റെ പെർസെന്റേജ് ഇൻക്രീസ് ആയി ഡ്രൈ സ്കിന്ന് നോർമലാവും. അതുപോലെ നമ്മുടെ ഇന്റേണൽ എനർജി മാനിപ്പുലേഷനിൽ അനാഹതം പ്ലസ് പ്രാണൻ പ്ലസ് വരുണി നാഡി എന്നൊരു നാഡിയുണ്ട്. സ്കിന്നിൽ ഓടുന്ന നാഡി വരുണി നാഡി എന്നൊരു നാഡിയുണ്ട്. അതിനെ ചെയ്യണം. അതുപോലെ സ്വാധിഷ്ഠാനം വ്യാന ആക്ടിവേഷൻ ചെയ്ത് ഈ മുദ്ര ഇങ്ങനെ പിടിക്കണം. ഈ മുദ്ര ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നാൽ അതിൽ വന്ന് ആ ഡ്രൈ സ്കിൻ ഉടനെ മാറും. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ മുദ്ര 2 കൈയിലും വെച്ചിട്ട് 14 മിനിറ്റ് ഇരുന്നാൽ ആ ഡ്രൈ സ്കിന്ന് ഫ്രീ ആവുന്നത് നിങ്ങൾക്ക് ഫീൽ ആവും. ഓക്കെ, അത് ചെയ്യണം. അതുപോലെ നിങ്ങളിപ്പോ സോപ്പ് യൂസ് ചെയ്യുന്നുണ്ടോ? സോപ്പിന് പകരം സ്നാൻ പൗഡർ ആയുർവേദ സെന്ററിൽ കിട്ടും. കസ്തൂരി മഞ്ഞള്, വെട്ടിവേര്, രാമച്ചം ഇതൊക്കെ ചേർന്ന് സ്നാൻ പൗഡർ കിട്ടും ആയുർവേദ സെന്ററിൽ. സ്നാൻ പൗഡർ എന്ന് വെച്ചാൽ അത് വെച്ച് ഈ ഡ്രൈ സ്കിൻ മാറുന്നവരെ സോപ്പ് യൂസ് ചെയ്യാൻ പാടില്ല. ആയുർവേദ പൗഡർ യൂസ് ചെയ്ത് കുളിക്കണം. ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് സ്കിന്ന് ഡ്രൈ ആവുന്നേക്കാളേ മൊത്തം ബോഡി ഡ്രൈ ആവുന്ന പോലെ തോന്നും. ഉള്ളിലാ ഡ്രൈ ആവുന്നത്. അതിന് ഡ്രൈ ഫീലിംഗ് വരുന്നത് വാട്ടർ കണ്ടന്റിന്റെ കുറവാണ്. വാട്ടർ കണ്ടന്റ് നിങ്ങൾ വെള്ളം കുടിക്കുന്നത് ഇത് കറക്റ്റാ കുടിക്കണം. ദേഹത്തിൽ 72% വാട്ടർ ഇരിക്കണം. എന്തോന്ന്? ദേഹത്തിൽ നമ്മളെ യൂണിവേഴ്സ് ലോകത്തും 72% വാട്ടർ ഉണ്ട്. മനുഷ്യന്റെ ദേഹത്തിലും 72% വാട്ടർ ഉണ്ട്. നിങ്ങൾ 72% വാട്ടറിന് പകരം 65 ഇരുന്നാൽ എല്ലാം ഡ്രൈ എന്ന് ഫീൽ ആവും. അപ്പോൾ നിങ്ങൾ വെള്ളം കുടിക്കുന്ന പെർസെന്റേജ് കൂട്ടണം. അതുപോലെ ഞാൻ പറഞ്ഞ ഈ ആഹാരം നിങ്ങൾ എടുത്താൽ
പെട്ടെന്ന് ഒരു വ്യത്യാസം ഉടനെ ഉണ്ടാവും. ഉം. ഇതൊന്ന് ശരി. പ്രോബയോട്ടിക് ഫുഡ് ഒന്നുകൂടെ മാസം ചോദിച്ചിട്ട് കഞ്ഞിയുടെ കൂടെ എന്താ പറഞ്ഞ വാക്ക് അതെനിക്ക് മനസ്സിലായില്ല. അതായത് രാത്രി പഴയ കഞ്ഞി രാത്രി ചോറ്റിൽ വെള്ളം ഇട്ട് വെച്ച് കുറച്ച് മതി, ഇത്ര എടുത്ത് വെച്ചിട്ട് വെള്ളം ഇട്ട് വെച്ചിട്ട് അപ്പൊ അതിൽ ഫെർമെന്റേഷൻ ആവുമല്ലോ, ഫെർമെന്റേഷൻ. അപ്പൊ അതിന്റെ കൂടെ ഒരു ചെറിയ ഈരോള്ളി ചെറുത് കൂടെ ചവച്ച് അതിനെ ഇത് കുടിച്ചാൽ ഉടനെ നിങ്ങൾ പ്രോബയോട്ടിക് ഇൻക്രീസ് ആവും. ആ കഫത്തിന്റെ ഒരു ലേസ ഇൻക്രീസ് ആയി നിങ്ങൾ ബോഡി വെയിറ്റ് നോർമലിൽ വരും. അതുപോലെ ബോഡി വെയിറ്റ് കൂട്ടാന് ഈ ഇത് കൂട്ടാൻ യോഗയിലും ചില ടെക്നിക്കൽ ചക്രായിട്ട് അത് നമ്മൾ നേരെ വരുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് എങ്ങനെ വരുന്നത് നോക്കി അതിനെ ഏറ്റവും മാറ്റി ചെയ്ത് കറക്റ്റ് ചെയ്ത് കണ്ടുപിടിച്ച് അതിനെ യൂസ് ചെയ്യാം. ഓക്കെ. താങ്ക് യു സോ മച്ച്. അടുത്തത് ഓക്കെ നോക്കട്ടെ. പിന്നെ ഗിരീഷ് പറഞ്ഞോളൂ. ഗിരീഷ് ഓക്കെ. പ്രദീപ് സാർ സംസാരിച്ചോളൂ. വേദനയുടെ അത് വേറെ ആളുടെ പറഞ്ഞതാണല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. മതിയല്ലേ? ദിലീജ മാഡത്തിന് എന്തെങ്കിലും പറയണേ പറഞ്ഞോട്ടെ. ഇല്ല സാർ, എന്റെയും അതന്നെ നീർക്കെട്ടിന്റെ കാര്യം മനസ്സിലായി. ഓക്കെ. ഗിരീഷ് സംസാരിച്ചോളൂ. ഗിരീഷ് സംസാരിക്കൂ. ഫോൺ ഓൺ ചെയ്തോളൂ. ഓക്കെ. ഷിജോഷ് സംസാരിക്കൂ. ഷിജോഷ്. ഹലോ സ്വാമി, എന്റെ പേര് ഷിജോഷ്, 44 വയസ്സുണ്ട്. ഞാൻ കമ്പ്യൂട്ടർ ഒരു 22 വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടേ. അപ്പോ കഴുത്തിന്റെ ബാക്കിൽ ഇങ്ങനെ വേദന വരുന്നുണ്ട്, അതിങ്ങനെ താഴത്തേക്ക് ഇറങ്ങുന്നുണ്ട് വേദന. ബാക്കിൽ കറക്റ്റാ എവിടെയാണ് ബാക്കില് ഈ കഴുത്തിന് ഷോൾഡറിന്റെ അവിടെ ആയിട്ടാണ് തുടക്കം, പിന്നെ അതിങ്ങനെ താഴത്തേക്ക് സംസാരിക്കാത്തൊരു മൈക്ക് ഓഫ് ചെയ്യൂട്ടോ. അതായത് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ചില ആൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാത്തൊരു മൈക്ക് ഓഫ് ആക്കാൻ പറഞ്ഞു. ഞാൻ സംസാരിച്ചു. ഓക്കെ. അതായത് എന്താന്ന് വെച്ചാല് ഹാബിറ്റ് ഇങ്ങനെ കമ്പ്യൂട്ടർ വെച്ചിട്ട് ചില ആൾ ഇങ്ങനെ നോക്കിയിരിക്കും, ചില ആൾ ഇങ്ങനെ നോക്കിയിരിക്കും. നേരെ ഇരുന്ന് അടിക്കണം. എന്റെ കഴുത്തൊക്കെ സ്ട്രൈറ്റ് ആയിരിക്കണം. സ്ട്രൈറ്റിൽ ഇങ്ങനെ ഇരുന്ന് ഇത് ഇങ്ങനെ നോക്കി അടിക്കും. ഇതാണ് ഇതിന്റെ പ്രശ്നം. ഒരു ബാങ്ക് മാനേജർ ഒരു ലേഡി ഇതേമാതിരി പ്രോബ്ലം ഒന്ന് എവിടെയൊക്കെ പോയിട്ട് കമ്പ്യൂട്ടർ നേരെ വെക്കണം, ഇല്ല ഇപ്പുറം ഇങ്ങനെ ചരിച്ചു വെച്ചിരുന്നാൽ ഇപ്പുറത്തും വെക്കണം. ഒരു ദിവസം ഒരു നിങ്ങൾ ബാഗ് എടുത്തോണ്ട് പോകും, ഒരു തോളിൽ ഇങ്ങനെ ബാഗ് ഇട്ടുകൊണ്ട് പോയാൽ ഒരു തോളിൽ ഇങ്ങനെ ബാഗ് ചേട്ടൻ നിങ്ങൾ 1/2 കിലോമീറ്റർ പോയി ഇവിടെ വേദന വരും, ഈ സൈഡ് ഒരു ഇംബാലൻസ്. അപ്പൊ ആ ബാഗിനടുത്ത് ഈ തോളിൽ കുറച്ചിട്ടാൽ മതി, ഇട്ടാൽ ആ വേദന മാറും. എന്തോന്നു ഒരു തോളിൽ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇട്ടാൽ 1 കിലോമീറ്റർ തോളിലിട്ടുകൊണ്ട് ഇരുന്നാൽ ഇപ്പുറത്ത് വേദന ഉണ്ടാവും, അടുത്ത ഷോൾഡർ. അപ്പൊ അതിനെടുത്ത് ഇവിടെ ഇട്ടാൽ ആ വേദന മറഞ്ഞു പോകും. ഇതേമാതിരി കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ നേരെ ഇരിക്കണം, അല്ല റൈറ്റ് സൈഡ് വെച്ച് ഇങ്ങനെ ഇരിക്കണം, കുറച്ച് ദിവസം ലെഫ്റ്റ് സൈഡും വെക്കണം. ഇങ്ങനെ വെച്ച് നിങ്ങൾ യൂസ് ചെയ്താൽ അത് ബാലൻസ് ആയി പോകും. അത് ഇല്ലെങ്കിൽ നമുക്ക് ബർമ ഷോൾഡർ വിശുദ്ധി ഉദാനൻ പ്ലസ് ഇടാരിക എന്നൊരു നാടിയുണ്ട്, അതിനെ ഓപ്പൺ ചെയ്താൽ അത് ശരിയായിക്കൊള്ളും. എന്തോന്ന് അത് നാടി ചാനൽ അതിന്റെ ഫോർമുല ഞാൻ പറഞ്ഞു തന്നു.
പ്രാക്ടിക്കലാ പറഞ്ഞ അത് വീട്ടിൽ 5-6 ദിവസം ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ റെഗുലറാ ഒരു മാസം ഒരു 3 ദിവസങ്ങളിൽ ചെയ്യണം. കാരണം വെച്ചാൽ അത് പ്രൊഫഷണൽ ഡിസീസ്, നമ്മുടെ പ്രൊഫഷൻ പ്രോബ്ലം കൊണ്ട് വരുന്നത്. അതിനെ ഒന്ന് ശരിയാക്കാനുള്ള മർമ്മ ടെക്നിക്കും നിങ്ങൾ അതുപോലെ സ്പൈനൽ ട്വിസ്റ്റ്, അർത്ഥ മത്സ്യേന്ദ്രാസനം ഉണ്ടല്ലോ, അർത്ഥ മത്സ്യേന്ദ്രാസനം ചെയ്യുന്നുണ്ടാ? അർത്ഥ മത്സ്യേന്ദ്രാസനവും ചെയ്യണം. കമ്പ്യൂട്ടർ വർക്ക്, സെഡൻഡറി വർക്ക് ഉള്ള ആൾക്കാർ, അധികം സിറ്റിങ്ങിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവരൊക്കെ സ്പൈനൽ കാർഡ് ട്വിസ്റ്റിംഗ് ഉള്ള അർത്ഥ മത്സ്യേന്ദ്രാസനം ചെയ്യണം. അപ്പൊ സ്പൈൻ ഇങ്ങനെ ഇരിക്കുന്ന സ്പൈൻ ഇങ്ങനെ ട്വിസ്റ്റ് ആവും. ഇങ്ങനെ ട്വിസ്റ്റ് ആവുമ്പോൾ ആ പെയിന് വന്ന് അവിടെ നിൽക്കില്ല. അടുത്ത മത്സ്യേന്ദ്രാസനം കുറച്ചുകൂടെ കൂടുതൽ ചെയ്യുമ്പോൾ നല്ല സുഖമായിരിക്കും. അങ്ങനെ നിങ്ങൾ ചെയ്തോളാം. ഓക്കെ. അതുപോലെ നമ്മൾ നാഡി ചാനൽ ഓപ്പണിംഗ് ടെക്നിക്കും ഉണ്ട്. കുറച്ച് ടെമ്പററി ആയിട്ട് കുറച്ച് എണ്ണയും യൂസ് ചെയ്തോളാം. അതിന് ഇതേമാതിരി നാഡി പിടുത്തത്തിനുള്ള ഇതിനൊക്കെ കർപ്പൂരാതി തൈലം യൂസ് ചെയ്യാൻ തോന്നും. കർപ്പൂരാതി തൈലം നിങ്ങൾക്ക് വീട്ടിലേ ചെയ്യാം. വീട്ടിൽ ചെയ്യുന്ന വേറെ ഒന്നുമില്ല, തേങ്ങ എണ്ണ, കോക്കനട്ട് അതിൽ കുറച്ച് ഓമം എന്ന് വെച്ചാൽ അയമോദകവും കുറച്ച് പച്ച കർപ്പൂരമായിട്ട് ചൂടാക്കി അപ്ലൈ ചെയ്താൽ നെർവ് പിടുത്തങ്ങളൊക്കെ ഉടനെ മാറും. അയമോദകം എൻ്റെ കർപ്പൂരം, തേങ്ങ എണ്ണയിൽ മാത്രം ചൂടാക്കി കുപ്പിയിൽ വെച്ചിട്ട്, എന്ന് വെച്ചാൽ നിങ്ങൾ കടയിൽ വാങ്ങുന്ന അയമോദകം ഈ കർപ്പൂരത്തിന്റെ ക്വാണ്ടിറ്റി കുറവായിരിക്കും. അവർ കമേഴ്ഷ്യലായി ചെയ്യുന്നതുകൊണ്ട് കുറച്ച് നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ കുറച്ച് അയമോദകം കൂടെ ഇട്ട് പച്ച കർപ്പൂരം അതേയും കൂടുതലിട്ട് ചെയ്ത് വെച്ചിട്ട് ഇവിടെ ഈ പിടുത്തമുള്ള സ്ഥലത്ത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് അർത്ഥ മത്സ്യേന്ദ്രാസനം ചെയ്താൽ ഉടനെ എല്ലാ പിടികളും വിടും. ഓക്കെ റൈറ്റ്. ഗിരീഷ് അനഘ സംസാരിച്ചോളൂ. നമസ്കാരം സ്വാമി. ഓൺ ചെയ്തോളൂ. കേൾക്കുന്നുണ്ടോ? ഗിരീഷാണ്. മൈക്ക് ചെറിയ കംപ്ലൈന്റ് ആയിരുന്നു. നമസ്കാരം സാർ. എന്റെ പേര് ഗിരീഷ്, വയസ്സ് 33. എനിക്ക് കൈക്ക് നമുക്ക് എന്തെങ്കിലും കൈ കൊണ്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോ കുറച്ച് കഴിയുമ്പോഴേക്കും കൈ പെട്ടെന്ന് ഇങ്ങനെ കഴപ്പ് വരികയാണ്. അത് 2 കൈക്കും ഉണ്ട്. കൂടുതലും ഇടത് കൈക്കാണ് പ്രശ്നം. പിന്നെ കഴുത്തിന്റെ പുറകിന്ന് ഒരു വേദന ഇങ്ങനെ തോള് വരയ്ക്കും, 2 സൈഡിലേക്കും ഉണ്ട്. ഞാന് റെയിൽവേ ഗേറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത് പൊക്കും താഴ്ത്തും ചെയ്യുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അതന്നെ നിങ്ങളുടെ ഷോൾഡറിൽ തേയ്മാനം വരുന്ന അവിടെ വന്നുള്ള നെർവ്സ് വന്ന് കുറച്ച് ടൈറ്റ് ആവുന്നു. അപ്പൊ അതിനുകൊണ്ടാണ് ഇത് നടക്കുന്നത്. അതിന് മാത്രമല്ല, നെർവ് ഡെൻസിറ്റി കൂട്ടണം. എന്തോന്ന്? നെർവിന്റെ ഡെൻസിറ്റി കൂട്ടണം. അത് ചുമ്മാ സെല്ലിന്റെ തേയ്മാനം, നെർവ് സെല്ലിന്റെ ഒരു തേയ്മാനം കൂടെ ഉണ്ടാവും. അത് നിങ്ങൾ ഡ്യൂട്ടി വർക്ക് ഹാബിറ്റ് ആണ്. അപ്പൊ അത് ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാൽ നെർവിനുള്ള ഇതാന്ന് വെച്ചാൽ എന്തോന്ന് ചെയ്യാം എന്ന് പറഞ്ഞാൽ അശ്വഗന്ധാദി ചൂർണം ഉണ്ടല്ലോ, അശ്വഗന്ധ ചൂർണം നിങ്ങൾ എടുത്തോണ്ടേ ഇരിക്കണം. അപ്പൊ ആ നെർവ് ഡെൻസിറ്റി കൂടും. അത് മാത്രമല്ല, ഈ തോളിലുള്ള ഫ്ലെക്സിബിലിറ്റി കുറച്ച് ഫ്ലെക്സിബിലിറ്റിയും കുറവുണ്ട്. അതിന് വൈറ്റമിൻ സി ആഹാരം കൂടെ എഴുതണം. നിങ്ങൾക്ക് വന്ന് നെർവ് ഡെൻസിറ്റി കൂടെ വേണം. കാരണം വെച്ചാൽ കൈ കൊണ്ട് 2 കൈയും കൊണ്ട് അത് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള സ്ട്രെയിൻ ആവുന്നു. അതിലുള്ള നെർവ് ഡെൻസിറ്റി ഇൻക്രീസ് ആയാൽ എനർജി ഫ്ലോ സ്മൂത്ത് ആയിരിക്കും. അതിന് അശ്വഗന്ധമാണ് നമ്പർ 1. ഫ്ലെക്സിബിലിറ്റി. പാലിലാണോ ചേർത്ത് കഴിക്കേണ്ടത്? എങ്ങനെയാണ് കഴിക്കേണ്ടത്? എന്തോന്ന്? ഈ അശ്വഗന്ധ ചൂർണേ എങ്ങനെയാണ്? വെള്ളത്തിലാണോ അതോ പാലിലാണോ? അത് ആക്ച്വലി പാലിലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഉള്ള പാലുകളിൽ മഹാകുഴപ്പം. പാലുകൾ ഒവ്വൊരു സ്റ്റേറ്റിൽ ഇപ്പൊ ഗുജറാത്തിൽ മുതലായിട്ട് 30 ലിറ്റർ പാലിൽ കെമിക്കൽ ചെയ്ത് 180 ലിറ്റർ ആക്കുന്നുണ്ട്. അത് 30 കെമിക്കലൊക്കെ കണ്ടുപിടിച്ച് അതിൽ കൂടെ കലക്കി വെള്ളത്തിൽ വെച്ചാൽ 180 ലിറ്റർ ആക്കുന്നത്. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് പാല് കുടിക്കേണ്ടതെന്ന് പറയുന്നത്. അതോടെ നിങ്ങളെ വീട്ടിൽ പശു ഉണ്ടെങ്കിൽ ധൈര്യമായി കുടിക്കാം. അത് പിന്നെ കിഡ്നി സ്റ്റോണിന്റെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നേ. അപ്പൊ ഡോക്ടറെ കണ്ടപ്പോ പറഞ്ഞു പാല് കുടിക്കുമ്പോ ഇത് വലുതായി വരും പറഞ്ഞു. പാല് വേണ്ട, നിങ്ങൾ ഹാട്ട് വാട്ടറിൽ കലക്കി കുടിക്കാം. കിഡ്നിയിൽ എന്താണ് പ്രോബ്ലം? കിഡ്നി സ്റ്റോണിന് അതിന് എന്താണ് ചെയ്തത്? അത് അൽക്കലൈന അസിഡിക് പെല്ലറ്റാണ് കിഡ്നി സ്റ്റോൺ. എന്താണ് അത്? കിഡ്നി സ്റ്റോൺ ശരിയായ? ഇല്ല. അപ്പൊ അത് വേദന ഉണ്ടായിരുന്നു. അപ്പൊ സ്കാൻ ചെയ്തപ്പോ ഒരു 3 mm ഒരു കല്ലാണുള്ളത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു വെള്ളം കുടിച്ചാൽ മതി എന്ന് പറഞ്ഞു.
പക്ഷെ വെള്ളം ഇന്ന് കുടിച്ചാൽ പാതി പോരാ, വേദന കൂടി. വെള്ളം കുടിച്ചാൽ പോരാ, അത് വന്ന് ഈ പെല്ലറ്റ്സ് ഫോം ആവുന്നത് ഒരു യൂറിക് ആസിഡ് കല്ലുമാരി ഫോം ആവുന്നതാണ്. അപ്പൊ ആ യൂറിക് ആസിഡ് നിങ്ങൾ അതിനെ വന്ന് ഡിസോൾവ് ചെയ്യണമെങ്കിൽ ആൽക്കലൈൻ ഫുഡ് ആഹാരത്തിൽ കൊടുക്കണം. ആൽക്കലൈൻ, നിങ്ങൾ ആസിഡ് ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ ആൽക്കലൈൻ ചേർക്കണം. അപ്പൊ ആൽക്കലൈൻ വെച്ചാൽ വാഴപ്പിണ്ടി ഉണ്ടല്ലോ, വാഴപ്പിണ്ടി, വാഴപ്പൂവ്, അതുപോലെ കുമ്പളങ്ങ കിട്ടുമല്ലോ, കുമ്പളങ്ങ കുമ്പളങ്ങ വന്ന് നിങ്ങൾ അത് ജ്യൂസ് എടുത്ത് അതിൽ ലേശം ഉപ്പിട്ട് കുടിച്ചോണ്ടിരുന്നാൽ പെട്ടെന്ന് അസിഡിറ്റിയുടെ പവർ കുറയും. ആ ആസിഡ് ആ കല്ല് വന്ന് പെട്ടെന്ന് അത് ഡിസോൾവ് ആവും. വെച്ചാൽ ഈ ബ്ലഡിൽ വന്ന് ആൽക്കലൈൻ പവർ കയറ്റി കഴിഞ്ഞാൽ അത് വന്ന് ആസിഡ് അവിടെ ന്യൂട്രലൈസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് വാഴപ്പിണ്ടി മറ്റേ കുമ്പളങ്ങയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാ? ഇല്ല ഇല്ല. അത് ഇതിപ്പോ അർജന്റ് നിങ്ങളുടെ രണ്ട് കിഡ്നി ഡോക്ടറെ കണ്ടപ്പോ രണ്ട് തരത്തില് പറഞ്ഞു. ഒരു കിഡ്നി ആൾക്കാര് പ്രോബ്ലം പറഞ്ഞു ഉള്ള കിഡ്നി പ്രോബ്ലം ഉള്ള എല്ലാം വാഴപ്പിണ്ടിയും വാഴപ്പൂവ്, അതുപോലെ ഈ കുമ്പളങ്ങ, നല്ല കുമ്പളങ്ങ കിട്ടുന്നുണ്ട്, അതിന്റെ ജ്യൂസ് അതിൽ വാഴ ലൈറ്റ് ഒരു വിലട്ട് ഉപ്പിട്ട് നിങ്ങള് കൊപ്പരയാണോ വാഴപ്പൂന്ന് ഉദ്ദേശിച്ച കൊപ്പര? വാഴയുടെ കൊപ്പരയാണോ? വാഴക്കൊലയുടെ മുമ്പ് അങ്ങനെ ഇരിക്കുമല്ലോ പൂ, അതിന്റെ അകത്ത് ഇരിക്കുന്ന അത് നല്ല മരുന്നാണ്. അതിൽ ഈ കമ്പിമാരി ഇരിക്കുന്ന അത് മുറിച്ച് മാറ്റണം. അതുപോലെ നിങ്ങൾ ഈ കുമ്പളങ്ങ കേരളത്തിൽ നല്ല നല്ല ക്വാളിറ്റി കുമ്പളങ്ങ റേഞ്ചിന്റെ കുറച്ച് പ്രശ്നം. കുമ്പളങ്ങ കൊണ്ട് നിങ്ങൾ കുമ്പളങ്ങ വന്ന് ജ്യൂസ് എടുത്ത് ലൈറ്റ് ഒരു സാൾട്ട് ഇട്ട് അങ്ങനെ ഒരു ആഴ്ചയിൽ 5 ദിവസം കുടിക്കണം. ഇത് കുമ്പളങ്ങ പെട്ടെന്ന് അരച്ച് കുടിക്കണം അല്ലേ? ജ്യൂസ് എടുത്ത് അതിൽ സാൾട്ട് ഇട്ട് ജ്യൂസ് കുടിക്കണം. സാധാ സാൾട്ട് ഇട്ടാ ഒരാഴ്ചയിൽ 5 ദിവസം കുടിച്ചാൽ 2 ദിവസം ഗ്യാപ്പ് ഇടണം. ഈ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ എന്തൊക്കെയാ? ഇതില് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ ഉണ്ടല്ലോ, കല്ലിന് പ്രശ്നം വരാതിരിക്കാൻ. കഴിക്കാൻ പാടില്ലെന്ന് അസിഡിക്ക് ഉള്ള നിങ്ങൾ വന്ന് നിങ്ങളുടെ കിഡ്നിയിൽ വന്ന് എന്തെന്ന് വെച്ചാൽ യൂറിക് ആസിഡ് കൂടുതൽ സ്റ്റോർ ആവുന്നുണ്ട്. അത് ശരിക്ക് പോകുന്നില്ല. നിങ്ങൾ വെള്ളം ശരിക്ക് കുടിക്കുന്നില്ല. കൂടുതൽ വെള്ളം കുടിക്കണം. അപ്പൊ അത് നിങ്ങൾ അറിയാതെ അസിഡിക്കാവുള്ള ആഹാരങ്ങൾ അവയാണ്. ഈവൻ ചായ, എത്ര ചായ കുടിക്കുന്നു? ചായ കുടിക്കാറില്ല. അതേമാതിരി വേറെ അസിഡിക്കാവുള്ള ഫുഡ് എന്തെന്നുള്ളത് അവോയ്ഡ് ചെയ്യണം. ലെമൺ യൂസ് ചെയ്യുന്നുണ്ടോ? ലെമൺ യൂസ് ചെയ്യാൻ പാടില്ല. ലെമണിലെ ആസിഡാണ്. അതേമാതിരി ആഹാരത്തിൽ പുളി കൂടുതൽ ഇടിക്കാൻ പാടില്ല. അത് വന്ന് ടാർട്ടാറിക് ആസിഡ്, അത് മനസ്സിലായില്ലേ? ടാമറിൻഡ്, പുളി കുറയ്ക്കണം. പുളി അത് ഇതാണ്. ഇങ്ങനെയുള്ള നിങ്ങളുടെ ഫുഡിലുള്ള അസിഡിക്ക് പാല് പറ്റില്ലല്ലോ. പാല് കുടിക്കാൻ പറ്റില്ലല്ലോ. പാല് അതിനെ കുടിക്കാന്ന് വെച്ചാൽ അത് നല്ല ഇത് നിങ്ങളുടെ വീട്ടിലുള്ളത്, അടുത്ത വീട്ടിലുള്ളത് പശുവിന്റെ പാലായിരിക്കണം. അതിൽ കലപ്പടം ചേരാൻ പാടില്ല. അങ്ങനെ ഒരു ഇതുണ്ട്. അതാണ്. അത് ചെയ്യാം. എന്തെങ്കിലും ആസനങ്ങളുണ്ടോ അത് കുറയ്ക്കാനായിട്ട്? ഇത് ആസനമല്ല, വേറെ ഇതിനുള്ള നാഡി ചാനലാണ് സേഫ്റ്റി. ആസനം ചെയ്യാൻ പാടില്ല. ഇതിൽ വന്ന് നിങ്ങൾ ആ ഏരിയയിൽ എനർജി കൊണ്ടുപോകുന്ന നാഡി ചാനലുകളുണ്ട്. അത് സ്വാധിഷ്ഠാനം, വ്യാനൻ, 1-2 നാഡി ചാനൽ ഓപ്പൺ ചെയ്ത എനർജി അവിടെ ക്ലീനാ നിങ്ങൾക്ക് ഫീൽ ആകും. അല്ലാതെ ഇതേമാതിരിയുള്ളതിൽ ആസനങ്ങൾ ചെയ്ത് സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല. വേദന അധികമാവും. ആസനം ചെയ്താൽ വേദന അധികമാവും, പെയിൻ അധികമാവും. ഓക്കെ. ഇനി ജിതേന്ദ്രൻ സാറുണ്ടോ ഇതില്? പേര് കാണുന്നില്ല. സാറുണ്ടെങ്കിൽ സംസാരിച്ചോളൂ. അതൊന്ന് പറയൂ. പേര് കാണുന്നില്ല. ജിതേന്ദ്രൻ സാറ് സംസാരിച്ചോളൂ. വേറെ ആരുണ്ടെങ്കിലും സംസാരിച്ചോളൂ. കുറച്ച് പേര് കാണുന്നില്ല, അതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും സംസാരിക്കാനുള്ള സംസാരിച്ചോളൂ. പ്രീതയ്ക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പ്രീത ലാസർ മൈക്ക് ഓൺ ചെയ്തോളൂ. പ്രീത വലിയ കുഴപ്പമില്ലാത്ത ആളാണ്. നല്ല എന്തെങ്കിലും ചോദിക്കാനാണെങ്കിൽ ചോദിച്ചോളൂ. മൈക്ക് ഓൺ ചെയ്തോളൂ. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സംസാരിക്കണേ സംസാരിച്ചോളൂ. ശങ്കരകുട്ടി സാറുണ്ടോ? ഓക്കെ. അതിന് ബാക്കിയുള്ളവർ ചോദിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ പിന്നെ അവർ ഡേറ്റ് ഫിക്സ് ചെയ്ത് വരുമ്പോൾ ഞാൻ
ഒരു ഡേറ്റ് അവർ പറയുന്നത് 2 ദിവസത്തിന് മുമ്പ് വന്ന് മിനിമം 3 days അവിടെ വന്ന് താമസിക്കും. അപ്പൊ അങ്ങനെ ഒരു സമയം വാങ്ങിച്ചിട്ട് നേരെ വന്ന് പറഞ്ഞ് അത് ശരിയാക്കി കൊള്ളാം. ഓക്കെ ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ് സ്വാമി, ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ. ഇനി ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോളൂ കേട്ടോ, ഇത് നോക്കണ്ട. എന്തെങ്കിലും ചോദിക്കാനുള്ളവര് അത് ചോദിച്ചവരായാലും കുഴപ്പമില്ല. എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഇപ്പൊ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ചോദിച്ചോളൂ. അല്ലെ പുതിയ ആൾക്കാരും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇപ്പൊ സ്വാമി അതിന്റെ സമയത്തിനനുസരിച്ചിട്ട് ചെറിയ നറേഷനാണ് തന്നിട്ടുള്ളത്. നമുക്ക് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മള് മാർച്ച് ഫസ്റ്റ് വീക്കില് നമ്മൾ കൊടകര സെന്ററിൽ വെച്ചിട്ട് ഇതിന്റെ ഒരു ക്യാമ്പ് നടത്തും. അതിനോടനുബന്ധിച്ച് യോഗ ഫെസ്റ്റിവൽ പല പരിപാടികളും ഉണ്ടാവും. അപ്പൊ അതില് നമുക്ക് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ക്ലാസ് ഉണ്ടാവും. അപ്പൊ അതിൽ എല്ലാവരും രജിസ്റ്റർ ചെയ്യണം. അപ്പൊ അതിന് വന്നിട്ട് നമുക്ക് ഇത് മാത്രമല്ല, ഇനി വരാനുള്ള ആൾക്കാരും അങ്ങനെ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ട്, അപ്പൊ ഇതൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് മാത്രമാണ്. അപ്പൊ ഇതിൽ പറയുന്ന കാര്യങ്ങൾ അത്ര നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. തുടർന്ന് നമുക്ക് ഈ അസുഖം മാറാവുന്ന രീതിയിലുള്ള തിയറി ആൻഡ് പ്രാക്ടിക്കല്, അതുപോലെ മെഡിസിൻ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ ചെയ്യാം അസുഖം മാറാവുന്ന രീതിയിൽ കേട്ടോ. ആ ക്ലാസ് നമ്മൾ മാർച്ച് മാസത്തിൽ എന്തായാലും വെക്കും, സ്വാമിയുടെ സൗകര്യം നോക്കിയിട്ട്. ഓക്കെ, അപ്പൊ അതിലെല്ലാവരും സഹകരിക്കണം. അപ്പൊ അതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പൊ ഓക്കെ, അപ്പൊ നമുക്കൊരു ക്ലോസിംഗ് പ്രയറോട് കൂടി അവസാനിപ്പിക്കാം. ഓക്കെ, എല്ലാവരും റെഡി? 3 വട്ടം. ഓക്കെ, എന്താണ് പ്രേയർ സോങ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തു. ചെയ്യാം. ഓക്കെ, എല്ലാവരും സുഖമായിട്ടിരിക്കൂ. കണ്ണുകൾ അടച്ചു വയ്ക്കുക. 3 വട്ടം ഓം ചാൻഡ് ചെയ്യാം. ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. പ്രാർത്ഥന. കൈകൾ രണ്ടും തൊഴുത് നെഞ്ചിനോട് ചേർത്ത് വയ്ക്കുക. ക്ലോസിംഗ് പ്രയർ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. യോഗ നമസ്കാരം. കൈകൾ രണ്ടും പുറകിലേക്ക് പിടിക്കൂ. പിന്നിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം വിട്ട് മുന്നിലേക്ക് ബെൻഡ് ചെയ്യൂ. ശ്വാസം എടുത്ത് ഉയർന്നു വരിക. ശ്വാസം വിട്ട് കൈകൾ തുടയുടെ മുകളിൽ മലർത്തി വെക്കൂ. സാവധാനം 2 കൈകൾ നല്ലപോലെ കൂട്ടിത്തിരുമ. കൈകളിലെ ചൂട് അതാത് കണ്ണുകളിലേക്ക് വെക്കൂ. കണ്ണുകളെ പതുക്കെ പ്രസ് ചെയ്യുക. കൈകൾ മുന്നിലേക്ക് പിടിക്കൂ. കണ്ണുകളിൽ നിറഞ്ഞ സന്തോഷത്തോടും ചുണ്ടുകളിൽ ചെറിയ പുഞ്ചിരിയോടും കൂടി കൈകളിലേക്ക് നോക്കി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, സ്വാമി നിർത്താം അപ്പോലെ? ഓക്കെ, അപ്പൊ ശരി, ഞാൻ വിളിക്കാം. സ്വാമിക്കും അതേപോലെ പങ്കെടുത്ത എല്ലാവർക്കും സൈലന്റ് മിറർ സ്കൂൾ ഓഫ് യോഗയുടെ നന്ദി. ഓക്കെ.